السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. طاسين ميم. تلك آيات الكتاب المبين نتلو عليك من نبأ موسى وفرعون بالحق لقوم يؤمنون. إن فرعون علا في الأرض وجعل أهلها شيعا يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. ഖസസ് എന്നാണ് സൂറത്തിൻ്റെ പേര്. ഖസസ് എന്ന് പറഞ്ഞാൽ എന്താ? കഥ എന്നല്ല, കഥനം എന്നാണ്. ഖിസസ് എന്ന് പറഞ്ഞാലാണ് കഥ. ഖിസ്സത്ത്, ഖിസസ്. ഖിസ്സത്ത് എന്ന് പറഞ്ഞാൽ കഥ, ഖിസസ് എന്ന് പറഞ്ഞാൽ കഥകൾ. ഖാഫിന് കസ്റാണെങ്കിൽ. ഖസസ് എന്ന് പറഞ്ഞാൽ കഥ പറയൽ എന്നാണ്. ഖസ്സ യഖുസ്സു ഖസസൻ. അപ്പോൾ ഒരു കഥ പറച്ചിലാണ് ഈ സൂറത്ത് എന്നർത്ഥം. സൂറത്ത് യൂസുഫിൽ കാണാം, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസീൻ. ഞാൻ നിങ്ങൾക്ക് കഥ പറഞ്ഞു തരാം, ഏറ്റവും നല്ല ഒരു കഥ പറച്ചിൽ, ഒരു കഥനം. കഥനം എന്നാണ് അതിന് പറയാം. കഥനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ ഖസസാണ് സൂറത്തിൻ്റെ പേര്, ഖിസസ് അല്ല. ഖിസസ് എന്ന് പറഞ്ഞാൽ കഥകൾ, ഖസസ് എന്ന് പറഞ്ഞാൽ കഥനം. അപ്പോൾ ഈ സൂറത്ത് കുറേ നബിമാരുടെ നമ്മളൊക്കെ പഠിച്ച കഥകൾ തന്നെയാണ്. നബിമാരുടെ ജീവിതത്തിലുണ്ടായ നമ്മൾക്ക് ഗുണപാഠമായി ലഭിക്കുന്ന കഥകളാണ് ഇതിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്നെയാണ് എന്ന് തെളിയിക്കാനുള്ള കുറേ ആശയങ്ങളാണ് ഈ സൂറത്തിലുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഈ പറഞ്ഞ സൂറത്തിൽ പറഞ്ഞ നബിമാരുടെ കഥകളൊന്നും അറബികൾക്ക് അറിയുന്നതല്ല. അറബി നാട്ടിൽ പ്രവാചകൻ വളർന്ന 40 കൊല്ലം വളർന്നു വന്ന തൻ്റെ സമൂഹത്തിൽ ആർക്കും അറിയുന്ന കഥകളല്ല. പിന്നെ മദീനക്കാരായ ആളുകളിൽ യഹൂദി നസാറാക്കളായ യഹൂദുകളായിട്ടുള്ള മതപണ്ഡിതന്മാർക്ക് മാത്രം അറിയുന്ന ചരിത്ര സംഭവങ്ങളാണ് ഇതിലുള്ളത്. ഈ മതപണ്ഡിതന്മാരുമായി ഒരിക്കലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി സംഭാഷണം നടത്തി അവരിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാൻ അവസരമുണ്ടാവുകയോ ചെയ്തിട്ടില്ല. മക്കയിൽ നിന്നോട്ട് കേൾക്കാൻ അവർക്ക് മക്കാർക്ക് ഈ കഥ ഒട്ടും അറിയില്ല. ഇതിൽ പറഞ്ഞ സംഭവങ്ങൾ പലതും ഒമാക്കുൻത ബിജാനിബിൽ ഗുർബിയെ ഇത് ഖല്ലാ ഇലാ മൂസൽ അജൽ എന്നതിൽ പറയുന്നുണ്ട്. മൂസാ നബിക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ
നീ ആ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അള്ളാഹു നബിയോട് തന്നെ പറയണം. നമുക്ക് വരാവുന്ന ആയത്താണ്. അപ്പോൾ നമുക്ക് ആയത്ത് കൃത്യമായി പഠിക്കാം. അപ്പം മക്കക്കാർക്കറിയാത്തതും മദീനായിലെ തൗറാത്ത് പഠിച്ചിട്ടുള്ള ജൂത പണ്ഡിതന്മാർക്ക് മാത്രം അറിയുന്നതുമായ ഈ കഥാശകലങ്ങൾ, ഇതിലൊരു ഒരു നബിയുടെ പരിപൂർണ കഥയില്ല. ഈ കഥാശകലങ്ങൾ ഒരിക്കൽ പോലും ആ ജൂതന്മാരുമായി സംഭാഷണം നടത്താത്ത മുഹമ്മദ് നബിക്ക് എങ്ങനെ കിട്ടി? അവർ അള്ളാഹുവിൻ്റെ വഹി തന്നെയാണ്. വറഖത്ത് ബിൻ നൗഫലൊക്കെ നബിക്ക് വഹി കിട്ടിയ സമയത്തുണ്ടായിരുന്നു എന്നല്ലാതെ പിന്നീട് ജീവിച്ചിട്ടില്ലല്ലോ. പെട്ടെന്ന് മരിച്ചുപോയല്ലോ. പെട്ടെന്ന് മരിച്ചു പോയിട്ടുണ്ട്. അധികകാലം ജീവിച്ചിട്ടില്ല. യാ ലൈതനീ കുന്തു ജദഅൻ, നീ പ്രവാചകനായിട്ട് പ്രബോധന രംഗത്ത് വരുന്ന കാലത്ത് ഞാൻ നല്ല ശക്തനായിരുന്നുവെങ്കിൽ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ആ കാലത്ത് പിന്നീട് അധികകാലം ഉണ്ടായിട്ടില്ല. പക്ഷേ വറഖത്ത് ബിൻ നൗഫൽ ഖുറൈശികളിൽപ്പെട്ട ഖദീജ ബീവിയുടെ അടുത്ത ബന്ധുവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടിയ ഉടനെ തന്നെ പ്രവാചകൻ സമ്മിലൂനി സമ്മിലൂനി, എന്നെ പുതപ്പിക്കണം എന്ന് പറഞ്ഞ് ഖദീജ ബീവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ഖദീജ ബീവി നബിയോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ദൂഷ്യവും വരുകയില്ല. അന്ന് അവരുടെ വിശ്വാസപ്രകാരം ഏതെങ്കിലും ഒരു ഭൂതം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിശാച്ച് നബിയെ പേടിപ്പിച്ചതായിരിക്കാം എന്നതാണ് മറ്റുള്ളവരുടെയൊക്കെ ഒരു വിശ്വാസം. അപ്പോൾ ഖദീജ ബീവി പറയുന്നു, നിങ്ങളെ ആരും ഒരു അദൃശ്യ ശക്തികളൊന്നും ഉപദ്രവിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്നക്ക തഹ്മിലുൽ കല്ല, ത്യാഗങ്ങൾ സഹിക്കുന്ന ആളാണ് താങ്കൾ. വതക്സിബുൽ മഅദൂമ, കഷ്ടപ്പെടുന്ന മനുഷ്യന്മാർക്ക് സഹായം നൽകുന്നവനാണ് താങ്കൾ. അതുപോലെ മനുഷ്യന്മാർക്ക് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സഹായഹസ്തവുമായി ചെല്ലുന്നയാളാണ് താങ്കൾ. അപ്പോൾ അങ്ങനെയൊക്കെ ജീവിതകാലത്ത് നല്ലത് ചെയ്യുന്ന നിങ്ങളെ ഒരു പിശാച്ചും വന്ന് ഉപദ്രവിക്കുകയില്ല. ഇതിലെന്തോ നന്മയുണ്ടാകും. അതായത് എൻ്റെ അടുക്കൽ ഒരാൾ വന്ന് ഇഖ്റ ബിസ്മിന്ന് ഓരിത്തന്നു എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ടാണല്ലോ വന്നത്. അപ്പോൾ ഖദീജ ബീവിയുടെ ആദ്യത്തെ ഒരു നിഗമനം അതാണ്. നിങ്ങളൊരു തെറ്റ് ചെയ്യുന്ന ആളല്ലാത്തത് കൊണ്ട് നിങ്ങൾക്കൊരു ഉപദ്രവവും വരാൻ സാധ്യതയില്ല. പിശാച്ച് നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ സാധ്യതയില്ല. പിശാച്ച് പേടിപ്പിച്ചതുമാവില്ല. ഇതെന്തെങ്കിലും തരത്തിലുള്ള ഒരു നന്മയുടെ തുടക്കമായിരിക്കാം. ആ കാര്യങ്ങൾ അറിയുന്ന ആളാണ് വറഖത്ത് ബിൻ നൗഫൽ എന്ന വയോവൃദ്ധനായ ഖദീജ ബീവിയുടെ അടുത്ത ബന്ധുക്കളിൽപ്പെട്ട വറഖത്ത് ബിൻ നൗഫൽ. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഖദീജ ബീവി മുഹമ്മദ് നബിയെയും കൂട്ടിപ്പോയി, ഭർത്താവിനെയും കൂട്ടിച്ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം കൃത്യമായി പറഞ്ഞു ഇന്നഹു ഹുവൻ നാമൂസുല്ലദി ജാ മൂസ അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ വന്ന ആ നാമൂസാണ് നിങ്ങളുടെ അടുക്കലും വന്ന്. നാമൂസ് എന്ന് പറഞ്ഞാൽ ഒരു അദൃശ്യ ദൂതൻ. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ പറ്റിയാണ് ആ പദം പ്രയോഗിച്ചത്. അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമാകുന്ന ആ നാമൂസ്, ആ അദൃശ്യ ദൂതൻ മൂസാ നബിയുടെ അടുക്കൽ വന്ന അദ്ദേഹം തന്നെയാണ്. കാരണം വറഖത്ത് ബിൻ നൗഫൽ മക്കക്കാരുടെ കൂട്ടത്തിൽ വേദഗ്രന്ഥങ്ങൾ പഠിച്ച മഹാപണ്ഡിതനായിരുന്നു. അത് മൂസാ നബിൻ്റെ അടുക്കൽ വന്ന ആളാണ്. താങ്കൾ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും, ഞാനന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞാനും നിങ്ങളെ സഹായിക്കുന്നവരുടെ കൂട്ടത്തിലാകും എന്നൊക്കെ വറഖത്ത് ബിൻ നൗഫൽ നബിയോട് പറയുന്നുണ്ട്. അപ്പോഴാണ് നബിക്ക് ഖദീജ റളിയല്ലാഹു അൻഹ സമാധാനം കിട്ടുന്നത്. വറഖത്ത് പറഞ്ഞാൽ അത് ശരിയായിരിക്കും, വറഖത്തിനാണുള്ള വേദഗ്രന്ഥം അറിയാം. എന്നാൽ ആ വറഖത്തുമായിട്ട് നബി എന്തെങ്കിലും മനസ്സിലാക്കിയ ചെയ്തതായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലില്ല. മദീനത്ത് പോയിട്ടുമില്ല. ചെറുപ്പകാലത്ത് ഉമ്മാൻ്റെ ഒപ്പം മദീനത്ത് പോയി, കുട്ടിയായിരുന്ന കാലത്ത് മദീനത്ത് പോയി തിരിച്ചു പോന്നു. വഴിയിൽ വെച്ച് അബുവായിൽ വെച്ച് ഉമ്മ മരിച്ചു. ആമിന എന്നതിലൊഴിച്ചാൽ നബിക്ക് മദീനയുമായി ബന്ധമില്ല. പിന്നീട് ഈ സൂറത്തിൽ പറയുന്ന കഥകളൊക്കെ നബിക്ക് എവിടുന്ന് കിട്ടി? അത് അള്ളാഹു അറിയിച്ചു കൊടുത്തത് തന്നെയാണ് എന്ന ഒരു വെല്ലുവിളിയാണ് ഖസസ്, കഥനം എന്ന ഈ സൂറത്തിൽ ഉള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. താസീം മീം. എല്ലാത്തിനും മദ്ദുണ്ട്. താ സീനുണ്ട് മദ്, മീമിന് 2 അക്ഷരത്തിന് മദ്ദുണ്ട്. അപ്പോൾ ത്വാസീം മീം എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകമായ ഒരു പദമല്ല ത്വാസീം.
ത്വാ സീന് മീം. അതായത് നിങ്ങൾ പറയുന്ന ആ സംഭാഷണത്തിൽ നിങ്ങളുടെ ഭാഷയിലെ അക്ഷരങ്ങൾ തന്നെയാണിത്. ആ അക്ഷരങ്ങൾ കൂട്ടിയിട്ടാണിത് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെയുള്ള ഖുർആൻ പറയാമോ എന്നൊരു വെല്ലുവിളിയാണ് ത്വാസീം മീം എന്നതിലുള്ളതെന്ന് ചില ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അഅലം ബി മുറാദി. അള്ളാഹ്ക്കറിയാം. നബിയോട് സഹാബിമാരാരും ത്വാസീം മീൻ്റെ അർത്ഥം ചോദിച്ചിട്ടില്ല. അപ്പം എന്തായിരിക്കും? അവർക്ക് പരിചയമുള്ള ഒരു ആശയം തന്നെയാണ്. ഖുർആൻ എന്ന് പറയുന്നത് അറബിയനാണ്. ആ അറബിയിലുള്ള അക്ഷരമാണ് ത്വാ സീന് മീം. നിങ്ങളും അറബികളാണല്ലോ, നിങ്ങൾക്കും ഈ അക്ഷരങ്ങളൊക്കെ ആ അക്ഷരങ്ങൾ കൂട്ടിയിട്ടാണല്ലോ നിങ്ങളും സംസാരിക്കൽ. എന്നാൽ മുഹമ്മദ് നബി പറയുന്ന പോലെ ആ അറബി ഭാഷയിൽ നിങ്ങളൊന്ന് പറയും. നിങ്ങൾക്ക് അറിയേണ്ട നിങ്ങളെ ജന്മഭാഷയാണല്ലോ, നിങ്ങളെ ഉമ്മൻ്റെ ഭാഷ, എന്നാൽ ഇങ്ങനൊന്ന് പറയും എന്നൊരു വെല്ലുവിളിയായിരിക്കാം അതിൽ. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ടായിരിക്കാം സഹാബികൾ നബിയോട് ഇതിൻ്റെ അർത്ഥം ചോദിച്ചിട്ടില്ല. അപ്പോൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ എന്താ പറയല്? ത്വാസീം മീം എന്ന് പറഞ്ഞാൽ അള്ളാഹു അഅലം ബി മുറാദിഹി, അള്ളാഹുവിനറിയാം അതിൻ്റെ ഉദ്ദേശം. അതൊക്കെ ആവാം. ഇനി തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ. തിൽക അത്, ആയാത്തുൽ കിതാബിൽ മുബീൻ വ്യക്തമായ രേഖയിലെ വചനങ്ങളാണ് ആ പറയുന്നതെല്ലാം. ആ പറയുന്നത് എന്ന് പറയുമ്പോൾ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറയുന്ന ആ മഹത്തായ കാര്യം അള്ളാഹു ആണല്ലോ പറയുന്നത് മനുഷ്യരോട്. അത് മുഹമ്മദ് നബി പറയുന്ന അത് ആയാത്തുൽ കിതാബിൽ മുബീൻ വ്യക്തമായ ഗ്രന്ഥത്തിലെ വചനങ്ങളാണ്. നിങ്ങളതിൽ സംശയിക്കേണ്ടതില്ല. അത് വല്ലാത്ത മഹത്തായ വചനങ്ങളിലെ വചനങ്ങൾ തന്നെയാണ്. നത്ലൂ അലൈക, താങ്കളുടെ മേൽ നാം അത് ഓതിത്തരുന്നു. തലായത്തുലു എന്ന് പറഞ്ഞാൽ ഓതി. നത്ലൂ അലൈക മിൻ നബഇ മൂസ, മൂസാ നബിയുടെ വർത്തമാനത്തിൽ നിന്ന് ചിലത് ഞാൻ നിങ്ങൾക്ക് ഓതിത്തരുകയാണ്. ഓ ഫിർഔന, മിൻ എന്ന് പറഞ്ഞാൽ ബഅ്ള്, ചിലത് എന്ന്. മൂസാ നബിയുടെ എല്ലാ വർത്തമാനവും പറയുന്നില്ല. മൂസാ നബിയുടെ ജനനം മുതൽ മരണം വരെ അത്ഭുതകരമായ ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് പലപ്പോഴായിട്ട് അള്ളാഹു തആല 400ഓളം ആയത്തുകളിൽ ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട് മൂസാ നബിയുടെ കഥ. മൂസാ നബിയുടെ ചരിത്രമാണ് ഖുർആനിൽ ഏറ്റവും കൂടുതൽ വിവരിച്ചിട്ടുള്ളത്. 400ഓളം ആയത്തുകളിലുണ്ട്. അതിൽ നിന്ന് ചിലത് ഇവിടെ അതേ ഉള്ളൂ, വേറെ ചിലത് വേറെ സൂറത്തുകളിലുണ്ട്. അവൻ മിൻ നബഇ മൂസ വ ഫിർഔൻ, മൂസയുടെയും ഫിർഔനിൻ്റെയും വർത്തമാനത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ വൃത്താന്തം, നബ വർത്തമാനങ്ങളിൽ നിന്ന് ചിലത് ഞാൻ നിങ്ങൾക്ക് ഓടിത്തരുന്നു. ബിൽ ഹഖി, സത്യപ്രകാരം, ലി ഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടി സത്യപ്രകാരം ചിലതൊക്കെ ഞാൻ ഓരിത്തരാം, അല്ലെങ്കിൽ പാരായണം ചെയ്തു തരാം. അപ്പം കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കഥ ആരംഭിക്കുന്നത്. ഞാൻ മൂസാ നബിയുടെയും ഫിറഔനിൻ്റെയും വർത്തമാനങ്ങളിൽ ചിലത് നിനക്ക് ഞാൻ പറഞ്ഞു തരാം. വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇതിൽ ഗുണപാഠമുണ്ട്. അതാണ് വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണിത് പറഞ്ഞു തരുന്നത്. ഇത് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇതിൽ ഗുണപാഠമുണ്ടായിരിക്കും. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്, ഫിർഔൻ റാഇന് കസ്റോ, റാഇൻ്റെ മുമ്പ് കസ്റോ ആണെങ്കിൽ റാ എന്നതിനെ ഉച്ചരിക്കേണ്ടത് രാ എന്ന ഉച്ചാരണത്തോടു കൂടിയാണ്. നമ്മളെ യാ രാ ലാ വാ എന്ന് പറയില്ല, രാ, രായിൻ, രാപ്പകൽ, ആ അക്ഷരാണ്. റാഇന് കസ്റാണ്, അല്ലെങ്കിൽ റാഇൻ്റെ മുമ്പ്, റാഇന് സുക്കൂനും മുമ്പ് കസ്റും ആണെങ്കിൽ, അതുകൊണ്ട് ഫിർഔൻ എന്നാണ് പറയുക. ഫിർഔൻ. നേരെ മറിച്ച് റാഇന് ഫതഹോ ലമ്മോ ആണെങ്കിൽ റാ എന്നാണ് ഉച്ചരിക്കേണ്ടത്. റാ ഒന്ന് കനപ്പിച്ച് പറയണം. റാ മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ റാ എന്ന് എഴുതിയിട്ട് ഓ കാരം ഇടും, സ്വ എന്നൊക്കെ പറയുന്ന, അതാണ് റാ. അപ്പം ഇന്ന ഫിർഔൻ, തീർച്ചയായും ഫിർഔൻ, ഒരു കാര്യം ഉറപ്പിച്ച് പറയാണ്, അലാ ഫിൽ അർളി, അവൻ ഭൂമിയിൽ അത്യുന്നതനായി, അലാ ഉയർന്നു, അലാ യഅലു, ഉലുവ്, അലിയ് ഉയർന്നവൻ, നാലിൻ്റെ അർത്ഥം. അലാ ഫിൽ അർളി, ഭൂമിയിൽ അവൻ ഉന്നതനായി, വജഅല അഹ്ലഹ, ഭൂമിയിലുള്ള ആളുകളെ അവൻ ആക്കുകയും ചെയ്തു, അഹ്ലഹ, അതിലുള്ള ആളുകളെ അവൻ ആക്കുകയും ചെയ്തു, ശിയഅൻ,
പല ഗ്രൂപ്പുകളാക്കി മാറ്റി. ഷിയഅത്ത് എന്ന് പറഞ്ഞാൽ സംഘം, കക്ഷി എന്നൊക്കെയാണ്. അപ്പോൾ ഭൂമിയിലുള്ള ആളുകളെ കക്ഷികളാക്കി മാറ്റി. അതായത് കുറേ ആളുകൾ ഇസ്രായേലിയർ, കുറേ ആളുകൾ ഖിബ്തികൾ. ഇസ്രായേലിയരിൽ തന്നെ തൻ്റെ വേലക്കാരായിട്ടുള്ള ഒരു കൂട്ടർ, അവരെ ഇപ്പോൾ ഈ സിഹറൊക്കെ ചെയ്തിരുന്ന ഇസ്രായേലിയർ ഫിറഔൻ്റെ സ്വന്തക്കാരാണ്. ബാക്കിയുള്ളവരെ അദ്ദേഹം അടിച്ചമർത്തി താഴ്ന്ന ജാതിക്കാരാക്കി മാറ്റി. ഖിബ്തികളുടെ കൂട്ടത്തിൽ എല്ലാവരും ഉയർന്ന ജാതിക്കാരാണ്. അതിൽ തൻ്റെ കൊട്ടാര വീരന്മാരായിട്ടുള്ള കുറേ മലകളെ ഉണ്ടാക്കി. അങ്ങനെ വജഅല അഹ്ലഹ, ഭൂമിയിലുള്ള ആൾ, അലാഫിൽ അർളി എന്ന് പറഞ്ഞാൽ അർള് മിസ്ർ എന്നേ അതിൽ അർത്ഥമുള്ളൂ. ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഫിറഔൻ ഭൂമിയിലെ എല്ലാ സ്ഥലത്തും ഭരണം നടത്തിയിട്ടില്ല. പിന്നെ അലാഫിൽ അർള് എന്ന് പറയുമ്പോൾ ആ അർള് മിസ്ർ, അദ്ദേഹത്തിൻ്റെ ആ നാട്ടിൽ അദ്ദേഹം ഉന്നതനായി. വജഅല അഹ്ലഹ സിയഅൻ, ആ നാട്ടുകാരെ അഹ്ലുകാരെ നാട്ടിൻ്റെ അഹ്ലുകാരെ ഷിയഅത്തുകളാക്കി. ഷിയ എന്ന് പറഞ്ഞാൽ ഷിയഅത്തുൻ എന്നതിൻ്റെ ബഹുവചനമാണ്. ഷിയഅത്ത് എന്ന് പറഞ്ഞാൽ കക്ഷിന്ന്, അതാണ് ഷിയാക്കൾ എന്ന് പറയുന്നത്. ആ ഷിയാക്കളുടെ ഒരു ഫുൾ ഫോം ഷിയഅത്തു അലീന, അലിയുടെ കക്ഷികൾ എന്ന്, അവരാണ് ഷിയാക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഖിലാഫത്ത് കിട്ടേണ്ടിയിരുന്നത് അബൂബക്കർ സിദ്ദീഖിനോ പിന്നീട് ഉമറിനോ പിന്നീട് ഉസ്മാനിനോ റളിയല്ലാഹു അൻഹും അവർക്കായിരുന്നില്ല, അലിക്കായിരുന്നു ഖിലാഫത്ത് കിട്ടേണ്ടിയിരുന്നത് എന്ന് വിശ്വസിക്കുന്ന കൂട്ടരാണ് ഷിയാക്കൾ. അബൂബക്കർ സിദ്ദീഖും ഉമറുൽ ഖത്താബും കാഫിറുകളാണ് എന്ന് വരെ അവരുടെ കൂട്ടത്തിലുള്ള തീവ്രവാദികൾ പറയുന്നുണ്ട്. ഇനി അതിൻ്റെ ഒക്കെ പുറമെ ജിബ്രീൽ അലൈഹിസ്സലാം, വലിയ തീവ്രതയുള്ള ആളുകൾ, ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി വന്നത് അലിജിബിൻ അബി താലിബിനായിരുന്നു. എന്നിട്ട് അവസാനം മറന്നു കൊടുത്തു പോയതാണ് മുഹമ്മദ് നബിക്ക്. അലിയാണ് അതുകൊണ്ട് ഭൂമിയിൽ എല്ലാം. അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വ അഷ്ഹദു അന്ന അലിയൻ വലിയുള്ളാഹ് എന്ന് ബാങ്കിൽ വിളിച്ചു പറയും. ഷിയാക്കളെ ബാങ്ക് കേട്ടക്കണം, ബോംബെയിൽ നിന്നൊക്കെ കാണാം, ബോംബെയിലും കൽക്കത്തയിലൊക്കെ ഷിയാക്കളെ ബാങ്ക് കേൾക്കാം. വ അഷ്ഹദു അന്ന അലിയൻ വലിയുള്ളാഹ്, അലി അള്ളാഹുവിൻ്റെ വലിയാണ് എന്ന് അവർ ബാങ്കിൽ കൂട്ടിച്ചേർക്കും. അതുകൊണ്ടാണ് ഷിയാക്കൾ ഇസ്ലാമിൻ്റെ അതികഠിനമായ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാണ്, ലോകത്ത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാണ് അറിയപ്പെടുന്നതെങ്കിലും അവർ ഇസ്ലാമിൽ നിന്ന് വളരെ വളരെ ദൂരെ പോയവരാണ്. ഷിയാക്കൾ ധാരാളമായി ഹജ്ജിന് വരാറുണ്ട്, നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അവർ റൗള ഷരീഫ് സന്ദർശിക്കൂല. സുജൂദ് ചെയ്യുന്നിടത്ത് കർബലയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കല്ല് അല്ലെങ്കിൽ അവിടെയുള്ള മണ്ണിൻ്റെ ഒരു മൺകട്ട അവരുടെ കയ്യിലുണ്ടാവും. അതവരുടെ മുമ്പിൽ വെക്കും. എന്നിട്ട് അവർ സുജൂദ് ചെയ്യുമ്പോൾ അതിമലാണ് സുജൂദ് ചെയ്യുക, അവർ മണ്ണിൽ സുജൂദ് ചെയ്യില്ല. കർബലയാണ് അവരുടെ പുണ്യസ്ഥലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാക്കൾ സന്ദർശിക്കുകയില്ല. അതിൻ്റെ കാരണം നബിയോടുള്ള വിരോധമല്ല. നബിയുടെ ഖബറിൻ്റെ അടുത്ത് അബൂബക്കർ സിദ്ദീഖും ഉമറുൽ ഖത്താബുമുണ്ട്, അവരോടുള്ള വിരോധമാണ്. അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വൈനാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് അവർ പറയില്ല. അതായത് ബഖീഉൽ ഖർഖദിലേക്ക് പോകുമ്പോൾ നമ്മളൊക്കെ പറയലെങ്ങനെ, അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ, വിശ്വാസികളെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ, വൈനാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അവർ പറയല് അസ്സലാമു അലൈക്കി യാ ഫാത്തിമ എന്ന, ഫാത്തിമക്കെ സലാം ചൊല്ലുള്ളൂ. അതിൻ്റെ തൊട്ടടുത്ത് ഐഷാ ബീവിൻ്റെ ഖബറുണ്ട് കാരിച്ചെല്ലിൻ്റെ അടുത്ത്. അതുകൊണ്ട് അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ ആ സലാം ഐഷാ ബീവിക്കും പോയാലോ, നബിയുടെ ഭാര്യമാരുണ്ട് അവർക്ക് പോയാലോ വിചാരിച്ചിട്ട് അങ്ങോട്ട് അയക്കൂല, ഫാത്തിമാക്ക് മാത്രം ചെല്ലും. അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ ഷിയാക്കൾ, പല ഗ്രൂപ്പുകളും അവരുണ്ട്. അതിൽ ജാഫരികൾ, ഇസ്നാ അശരികൾ എന്നൊക്കെ പറഞ്ഞ കുറേ ഇമാമികൾ, പിന്നെ അതിൽ കടുപ്പം കുറഞ്ഞ ജാതികളുണ്ട്, ഏറ്റവും കൂടുതൽ കടുപ്പം കൂടിയ ആളുകളുണ്ട്. അവരാണ് ഈ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ കർബല ആഘോഷിക്കുന്നതും സ്വയം അടിച്ച് പിന്നെ ആയുധം കൊണ്ട് അടിച്ച് മുറിവേൽപ്പിക്കുന്നതൊക്കെ അവരാണ്. കർബല ഇവിടെ
സംഭവങ്ങളൊക്കെ ഉള്ളത്. അവർ ഈ ഖുർആനിൽ വിശ്വസിക്കുന്നില്ല. അവർ മുസഹഫ് ഫാത്തിമയുടെ കയ്യിലൊരു മുസഹഫ് ഉണ്ടായിരുന്നു. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വെട്ടിമാറ്റിയിട്ട് ഈ 114 സൂറത്തുള്ള ഈ മുസാഹഫാണ്. 6000 സൂറത്തുകളുള്ള ഒരു മുസാഹഫ് വേറെ ഉണ്ടായിരുന്നു എന്ന് അവരുടെ വിശ്വാസം. ഈ ഖുർആനിൽ അവർക്ക് വിശ്വാസമില്ല. എന്നാൽ ഈ ഖുർആൻ മുസാഹഫിൽ ഉള്ളത് തന്നെയാണ്, പക്ഷേ ഇതല്ല യഥാർത്ഥ ഖുർആൻ. അത് മുസാഹഫ് ഫാത്തിമയുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഒരുപാട് അപകടങ്ങൾ അവരുടെ വിശ്വാസത്തിലുണ്ട്. അതുകൊണ്ടാണ് ലോകത്ത് മുസ്ലിങ്ങൾ 2 കക്ഷികളാണ്. ഒന്ന് സുന്നി, മറ്റൊന്ന് ഷിയ. ഈ സുന്നി എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅ, സിയാക്കളല്ലാത്ത എല്ലാവരും. അതിൽ സലഫികളുണ്ട്, പിന്നെ അശ്അരികളുണ്ട്, മാതുരീദികളുണ്ട്, എല്ലാ വിഭാഗങ്ങളും അതിലുണ്ട്. അതാണ് സുന്നികൾ. ഇവിടുത്തെ ഈ ചങ്ങന്മാർ പറയേണ്ട സുന്നികളല്ല. പിന്നെ മറ്റത് സിയാക്കൾ എന്ന് പറയുന്നത് അത് വേറൊരു വിഭാഗം, സിയാക്കൾ. എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉള്ള ഈ സുന്നികൾ എന്ന് പറയുന്ന സഹോദരന്മാർ, അവരുടെ ആളുകൾക്ക്, സാധാരണക്കാരനതൊന്നും അറിയില്ല. അവർക്ക് അല്ലാഹു ഒരുപക്ഷെ പുറത്തു കൊടുത്തേക്കും. അവരെ ഈ വഴിതെറ്റിക്കുന്ന ഈ ആളുകൾ യഥാർത്ഥത്തിൽ ശരിക്കും സിയാക്കളുടെ ആചാരമാണ് അവർ ജനങ്ങളെ പഠിപ്പിക്കുന്നത്. അതായത് സിയാക്കളാണ് ഖബർ പൂജ ഇസ്ലാമിൽ കൊണ്ടുവന്നത്. ഖബർ പൂജ, ആ ഖബർ പൂജ ഇവിടെ സിയാക്കളുടെ അതേ ആചാരമാണ് ഇവരിവിടെ ചെയ്യുന്നത്. സിയാക്കളാണ് കൊട്ടും കൊരവിയും ഈ പാട്ടും കൂത്തും ആട്ടവുമായിട്ടുള്ള ദിക്റുകൾ ചെല്ലൽ. അത് ഇവിടെ ഈ കുത്തറാത്തീബ് മുതൽ പിന്നെ എന്ത് റാത്തീബ ആയാതി എല്ലാ റാത്തീബുകളും പുതിയ രീതികളും അവരാണ് ഈ ആടിക്കൊണ്ടുള്ള പരിപാടികൾ ചെയ്യാറുള്ളത്. അതിന് പിന്നെ കുപ്പിപ്പാട്ടും പക്ഷിപ്പാട്ടൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പം ആർക്കും അറിയില്ല. പക്ഷിപ്പാട്ടും കുപ്പിപ്പാട്ടും ഒക്കെ അത് ഇവിടെയുള്ള പൊതുജനങ്ങളുടെ, സുന്നികൾ എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ വലിയ ഒരു യാസീനും കൂടി പഠിച്ചാൽ പിന്നെ കുപ്പിപ്പാട്ടും പക്ഷിപ്പാട്ടുമായിരുന്നു ദീനിൻ്റെ ചിഹ്നങ്ങളായിരുന്നു. അതൊക്കെ പിന്നെ ജനങ്ങൾ വിട്ടുകഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഈ ബിദ്അത്തുകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ കണ്ടില്ലേ, ഈ പിന്നെ എന്താണ് മീലാദുകൾ, ജന്മദിനങ്ങൾ, അവരവരുടെ എല്ലാ നേതാക്കന്മാരുടെയും ജന്മദിനം ആഘോഷിക്കും. അതുപോലെ ഖബറിൻ്റെ മേൽ പച്ച പുതക്കുക, നിലവിളക്ക് കൊളുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഉലുവാനും കുന്തിരുക്കവുമായിട്ട് അവരിങ്ങനെ ആഘോഷിച്ചു പോകുന്ന കാര്യങ്ങൾ എല്ലാം പിന്നെ ഇതാണ് സിയാക്കളുടെ സ്വഭാവമാണ്. സിയാക്കളാണ് അത് ഇവിടേക്ക് കൊണ്ടുവന്നത്. അതാണ് ഈ കൊണ്ടോട്ടി കൈക്കാരും പൊന്നാനി കൈക്കാരും തമ്മിലുള്ള തർക്കം അത് തന്നെയാണ്. കൊണ്ടോട്ടി കൈക്കാരെന്ന് പറയുന്ന കൊണ്ടോട്ടിയിലെ ഷാഹുകൾ സിയാക്കളായിരുന്നു, പൂർണ്ണമായ സിയാക്കളായിരുന്നു. ഈ കൊണ്ടോട്ടി ജാറുമൊക്കെ സിയാക്കളുടെ നിർമ്മിതിയാണ് അവിടെയുള്ളത്. അവിടെ എല്ലാ കാര്യങ്ങളും, കാരണം സിയാക്കൾ ഇപ്പോൾ ഇറാനിലൊക്കെ ചെന്ന് നോക്കിയാൽ മൊത്തം ജാറങ്ങളാണ്. അവരുടെ എല്ലാ കാമിനിമാർക്കും അവരുടെ എല്ലാ പിന്നെ ഹുമൈനിമാർക്കൊക്കെ ജാറങ്ങളുണ്ട്. മരിച്ച ജാറങ്ങളാണ് അവരുടെ ഏറ്റവും പ്രധാനമായ ഒരു തീർത്ഥാടന കേന്ദ്രങ്ങൾ. അത് ഒരു ശരീരത്തിൻ്റെ, ഇപ്പോൾ ഈജിപ്തിൽ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് മുമ്പിലുണ്ട് ഒരു ജാറം, ഷിയാ ജാറം. അത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തല മാത്രമേ അതിലുള്ളൂ എന്ന് പറയപ്പെടുന്നു. കർബലയിൽ കൊല്ലപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉടൽ അവിടെ മറവ് ചെയ്തു, പിന്നീട് തല മാത്രമാണ് അവിടെയുള്ളത് എന്ന്. അവിടെ ജനങ്ങൾ തവാഫ് ചെയ്യുന്നുണ്ട്, വിളക്ക് കത്തിക്കുന്നുണ്ട്. എല്ലാ ജാറത്തിൽ ഈ അജ്മീറിലും മമ്പുറത്തൊക്കെ നടക്കുന്ന എല്ലാ പരിപാടികളും അവിടെ നടക്കുന്നുണ്ട്. ഒക്കെ സിയാക്കളുടെ ഇതുകളാണ്. അപ്പോൾ നമ്മൾ പോയത് പിന്നെ സിയാൻ എന്ന പദമാണ്. അതാണ് സിയത്ത്, അലീന്ന, അലിയുടെ കക്ഷി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആണ് സിയാക്കൾ. വെറും സിയത്ത് എന്ന് പറയണമെങ്കിൽ കക്ഷി എന്നുള്ള അർത്ഥം. വജഅല അഹ്ലഹ സിയാൻ, ഫിറഔൻ ആ നാട്ടുകാരെ ഷിയത്തുകളാക്കി, പല കക്ഷികളാക്കി മാറ്റി. യസ്തളഇഫു തായിഫത്തം മിൻഹും, അവരിൽ നിന്നുള്ള ഒരു തായിഫത്തിനെ, ഒരു വിഭാഗത്തെ അവൻ ദുർബലരായി നിർത്തും. ഇസ്തളഅഫ എന്ന് പറഞ്ഞാൽ അവരുടെ ദൗർബല്യം ചൂഷണം ചെയ്തിട്ട് അവരെ അവൻ ഭരിക്കും. ഇസ്തളഇഫു എന്ന് പറഞ്ഞാൽ ഇസ്തളഅഫ
ഒരാളുടെ കഴിവുകേട് അവരെ കഴിവുകെട്ടവരാക്കി മാറ്റിയിട്ട് അവരെ ഭരിക്കുന്നതിനാണ് യസ്തദഇഫു എന്ന് പറയാം. യസ്തദഇഫു തായിഫത മിൻഹും, അവരിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ അദ്ദേഹം കഴിവുകെട്ടവരാക്കിയിട്ട് അവരെ പ്രയാസപ്പെടുത്തും, ഭരിക്കും. പിന്നെ യുദബ്യഹു അബ്നാഅഹും, അവരുടെ മക്കളെ, ആൺമക്കളെ അവൻ അറുക്കും. ദബഹ എന്ന് പറഞ്ഞാൽ അറുത്തു ദബഹ. അബ്നാഅഹും, അവരിലുള്ള ഒരു വിഭാഗത്തിൻ്റെ മക്കൾ, ആൺമക്കളെ. വയസ്തഹി, അവൻ ജീവിക്കാൻ വേണ്ടി വിടും. നിസാഅഹും, അവരിലുള്ള സ്ത്രീകളെ. ഇത് ഫിർഔൻ ഒരു കാലത്ത് ചെയ്ത പണിയായിരുന്നു. ഇസ്രായേൽ സമൂഹത്തിൽ ജനിക്കുന്ന ആൺമക്കളെയൊക്കെ കൊല്ലുകയും പെൺമക്കളെ ജീവിക്കാൻ വേണ്ടി വിടുകയും ചെയ്യുക എന്നത്. അല്ലല്ല, എസ്തഹി എന്ന് പറഞ്ഞാൽ ഹയാത്ത്, അവർക്ക് ജീവിതം നൽകും എന്നതാണ്. അല്ല, അതിനൊക്കെയാണ് അവർ ചെയ്തിരുന്നത്. ആ പദത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണെന്ന് മാത്രം. യസ്തഹി നിസാഅഹും, അവരുടെ പിന്നെ ആണുങ്ങളെ അവന് ജീവിക്കാൻ വിടും. എന്നിട്ട് പെണ്ണുങ്ങളെ, പെണ്ണുങ്ങളെ അവൻ ദുർബലരാക്കിയിട്ട് അടിച്ചമർത്തും. അവരുടെ കഴിവുകെട്ടവരാക്കിയിട്ട് അവരെ അടിച്ചമർത്തി അവൻ ഭരിക്കും. അതാണ്. എന്നിട്ട് ആണുങ്ങളെ കൊല്ലും. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അവൻ ഫസാദ് ഉണ്ടാക്കുന്ന, മുഫ്സിദ് എന്ന് പറഞ്ഞാൽ ഫസാദ് ഉണ്ടാക്കുന്ന ആൾ, ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളിൽപ്പെട്ടതായിരുന്നു. അതായത് ഇസ്രായേൽ സമൂഹം ഈജിപ്തിൽ പെരുകിയപ്പോൾ, അവർ കൂടുതലായപ്പോൾ ആണുങ്ങളെ കൊന്നാൽ പിന്നെ ഉണ്ടാവില്ല. സ്ത്രീകളെ ആണെങ്കിലോ പിന്നീട് സ്ത്രീകളാണ് ബനി ഇസ്രായേൽക്കാരിൽ ബാക്കിയുണ്ടാകുക. ആ സ്ത്രീകളെ അവർക്ക് ആണുങ്ങളില്ലല്ലോ. അപ്പോൾ പിന്നെ സ്ത്രീകളെ അവർക്ക് എന്തും ചെയ്ത് നശിപ്പിക്കാം, അവരെ ദുരുപയോഗപ്പെടുത്താം. അതുകൊണ്ട് അവരെ കൊല്ലൂല. എന്നിട്ട് ഇവന് ഭരണം കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള പണിയെടുത്തിരുന്നു. ആ ഫിർഔൻ്റെയും അവനിലേക്ക് അയച്ച മൂസാ അലൈഹിസ്സലാമിൻ്റെയും കഥയാണ് ഇനി പറയാൻ പോകുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ വനുരീദു, എന്നാൽ നാം ഉദ്ദേശിക്കുന്നു, നമുക്കുള്ള പാഠം അതാണ്. വനുരീദു, നാം ഉദ്ദേശിക്കുന്നു, അന്നമുന്ന, അനുഗ്രഹം നൽകാൻ. മന്ന യമുന്നു എന്ന് പറഞ്ഞാൽ അനുഗ്രഹം നൽകിയെന്ന. അന്നമുന്ന അലല്ലദീന സ്തുളൈഫു, ദുർബലരാക്കപ്പെട്ട ആളുകളുടെ മേൽ അനുഗ്രഹം ചെയ്യാൻ. ഫിൽ അർളി, ഈ ഭൂമിയിൽ ദുർബലരാക്കപ്പെട്ട ആളുകൾക്ക് നിഅമത്ത് ചെയ്യാൻ, മിന്നത്ത് ചെയ്യാനാണ് നാം ഉദ്ദേശിച്ചത്. വനജഅലഹും അഇമ്മത്തൻ, അവരെ ഇമാമുമാരാക്കാനും. വനജഅലഹും അൽവാരിസീൻ, അവരെ അനന്തരാവകാശികളാക്കാനുമാണ് നാം ഉദ്ദേശിച്ചത്. ഫിറഔൻ ഉദ്ദേശിച്ചത് ഇസ്രായേലിലുള്ള ജനിക്കുന്ന ആൺമക്കളെ കൊന്നാൽ പിന്നെ അവരിൽ ആളുണ്ടാവില്ല. അവർ പ്രജനനം നടത്തിയിട്ട് അവരുടെ വർഗം ഇല്ലാതെയായി പോകും. അവരെ കൊണ്ടുള്ള ഉപദ്രവം ഉണ്ടാവില്ല. സ്ത്രീകളിൽ കൂടി പിന്നെ ഇനി കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിലോ അത് കിബത്തികളിൽ കൂടിയല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ പ്രശ്നം വരില്ല. അപ്പോൾ ഇസ്രായേൽ മക്കൾ വർദ്ധിക്കുകയില്ല. ഇതാണ് അവൻ്റെ ഇതുണ്ടായിരുന്നത്. അള്ളാഹ് ഉദ്ദേശിച്ചത് ആ അടിച്ചമർത്തപ്പെട്ട വൈഫാക്കപ്പെട്ട വർഗത്തിന് അനുഗ്രഹം നൽകുകയും അവർക്ക് ഇമാമത്ത്, നേതൃത്വം നൽകുകയും അവർക്ക് ഈജിപ്തിൻ്റെ വിറാസത്ത്, അനന്തരാവകാശം നൽകുകയും ചെയ്യാനാണ് നാം ഉദ്ദേശിച്ചത്. അപ്പം മനുഷ്യന്മാർ അവൻ എത്ര മഹാധിക്കാരികളും ശക്തന്മാരായ ഭരണാധികാരികളുമായിരുന്നാൽ പോലും അള്ളാഹു അതിൻ്റെയൊക്കെ അപ്പുറത്ത് ചില നടപടികൾ അള്ളാഹു സ്വീകരിക്കും. ആ നടപടികളാണ് യഥാർത്ഥത്തിൽ നടപ്പിൽ വരിക. മനുഷ്യന്മാരുദ്ദേശിച്ച മേൽക്കോയ്മകളല്ല എന്ന് ഇതിൽ നിന്നുള്ള ഒരു ഗുണപാഠമുണ്ട്. അതാണല്ലോ സംഭവിച്ചത്. എത്ര അത്ഭുതകരമായിട്ടാണ് ഫിറഔനെയും അവൻ്റെ ഭരണകൂടത്തെയും അല്ലാഹു നശിപ്പിച്ചത്. എന്നാൽ ദുർബലരായ ആ ജനവിഭാഗത്തെ എത്ര അത്ഭുതകരമായിട്ടാണ് പിൽക്കാലത്ത് ഈജിപ്തിൻ്റെ ഭരണാധികാരികളാക്കി അല്ലാഹു മാറ്റിയത്. ഇതിലുള്ള ഗുണപാഠം അതാണ്. അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ ഈ ജാതി കാര്യങ്ങളൊക്കെ നടത്താൻ
അവൻ്റെ തന്ത്രം അതിശക്തമാണ്. അള്ളാഹുവിന് അതൊക്കെ സാധിക്കും. അതാണ് വനുരീദു അൻ നമുന്ന അലല്ലദീന സ്തുളഇഫു. ദുർബലമാക്കപ്പെട്ട അല്ലെങ്കിൽ ദുർബലരാക്കപ്പെട്ട ആളുകളുടെ മേൽ നിഅമത്ത് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഫിൽ അർളി, ഭൂമിയിൽ. പിന്നെ വനജഅലഹും അഇമ്മത്തൻ, അവരെ നാം നേതാക്കളാക്കാനും, വനജഅലഹുമുൽ വാരിസീൻ, ആ നാട്ടിലെ അനന്തരാവകാശികളാക്കാനും നാം ഉദ്ദേശിക്കുന്നു. എന്ന് മാത്രമല്ല വനുമക്കിന ലഹും ഫിൽ അർളി, അവർക്ക് ഭൂമിയിൽ സ്വാധീനമുണ്ടാക്കി കൊടുക്കാനും നാം ഉദ്ദേശിക്കുന്നു. അവർക്ക് ഭൂമിയിൽ പിന്നീട് സ്വാധീനം ഉണ്ടാക്കി കൊടുക്കും, അതിനും നാം ഉദ്ദേശിക്കുന്നു. പിന്നെ വനുരിയ ഫിർഔന വഹാമാന, ഫിർഔനിന് കാണിച്ചു കൊടുക്കാനും ഉദ്ദേശിക്കുന്നു. വഹാമാന, ഫിർഔൻ്റെ വസീറായിരുന്നു ഹാമാൻ എന്ന് പറയപ്പെടുന്നു. ഫിർഔനിൻ്റെ മലകളിൽ, അവൻ്റെ പരിവാരങ്ങളിലെ അവൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന നേതാവായിരുന്നു. അതാണ് വസീർ എന്ന് പറഞ്ഞാൽ ഫിർഔൻ്റെ സഹായി. ഇന്നത്തെ ഭാഷയിൽ വസീർ എന്ന് പറഞ്ഞാൽ മന്ത്രി എന്നാണ്. മിനിസ്റ്റർക്കാണ് വസീർ എന്ന് പറയുന്നത്. അപ്പോൾ ഫിർഔനിൻ്റെ ഏറ്റവും വലിയ സഹായിയായിരുന്ന ആളായിരുന്നു ഹാമാൻ. വനുരിയ ഫിർഔന വഹാമാന, ഫിർഔനിനും ഹാമാനിനും കാണിച്ചു കൊടുക്കാനും നാം ഉദ്ദേശിക്കുന്നു. വജ്നൂദഹുമ, അവർ കൂട്ടരുടെയും സൈന്യങ്ങൾക്കും, ഇവ രണ്ടുപേരും നിയന്ത്രിച്ചിരുന്ന സൈന്യങ്ങൾക്കും, മിൻഹും, അവരിൽ നിന്ന് ചിലർക്ക്, ആ ദുർബലരാക്കപ്പെട്ട ആളുകളിൽ നിന്ന് ഫിറഔൻ്റെ കുറേ സൈന്യങ്ങൾ അവനുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ എന്ത്, മാ കാനൂ യഹ്ദറൂൻ, അവർ ഭയപ്പെട്ടിരുന്ന കാര്യം. അപ്പോൾ ഫിറഔന് കുറേ ആളുകളെ അടിച്ചമർത്തി, ഇസ്രായേൽ സമൂഹത്തെ അടിച്ചമർത്തി, അവൻ്റെ സമൂഹത്തെ അടിച്ചമർത്തി. അങ്ങനെ അവന് പല പരിവാരങ്ങളും നേതാക്കളും ഹാമാൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു. അവർക്കൊക്കെ അവർ ഭയപ്പെട്ടിരുന്ന കാര്യം എന്തോ അത് കാണിച്ചു കൊടുക്കാൻ നാം ഉദ്ദേശിക്കുന്നുണ്ട്. അവർക്ക് ചില സ്വപ്നങ്ങളൊക്കെ, അതാണ് അവർ ഭയപ്പെട്ടിരുന്ന കാര്യം, അതാണ്. അതായത് ചില സ്വപ്നങ്ങളിൽ കൂടിയൊക്കെ ഫിറഔൻ എന്തോ ദോഷം വരാൻ പോകുന്നുണ്ട്, ആരോ ഒരു ജന്മം ഇവിടെ ഉണ്ടാവുകയും ആ ജന്മം വളർന്ന്, ആ മനുഷ്യൻ വളർന്നിട്ട് ഫിറഔൻ്റെ ഭരണകൂടത്തിനും ഈജിപ്തിലെ ജനങ്ങൾക്കും ഭീഷണിയായി മാറുമെന്നുമുള്ള ചില സ്വപ്നങ്ങൾ ഫിറഔന് കാണിക്കപ്പെട്ടു എന്നും അതുകൊണ്ട് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു എന്നുമൊക്കെയാണ് പറയുന്നത്. അതാണ് മാക്കാനു യഹ്ദറൂൻ, അവർ ഭയപ്പെട്ടിരുന്ന കാര്യം കാണിച്ചു കൊടുക്കാനും. ഇനി ആ ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. വഔഹൈനാ ഇലാ ഉമ്മി മൂസ, വഔഹൈനാ, നാം തോന്നിപ്പിച്ചു. ഔഹ എന്ന് പറഞ്ഞാൽ വഹി നൽകി എന്നൊരർത്ഥമുണ്ട്. അത് അമ്പിയാക്കന്മാർക്കുള്ളതാണ്. എന്നാൽ അമ്പിയാക്കന്മാർക്ക് ഔഹ എന്ന് പറഞ്ഞാൽ, തോന്നിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകുന്ന വഹിയാണ്. അമ്പിയാക്കന്മാരല്ലാത്ത ആളുകൾക്കും അള്ളാഹു താല ചില കാര്യങ്ങൾ നേരിട്ട് തോന്നിപ്പിക്കും. അത് ഇൽഹാം എന്ന് വരും. ഔഹ റബ്ബുക ഇലൻ നഹ്ലി, നിന്റെ രക്ഷിതാവ് തോന്നിപ്പിച്ചു, തേനീച്ചക്ക് തോന്നിപ്പിച്ചു. അനിത്തഖിദി മിനൽ ജിബാലി ബുയൂത്ത, പർവ്വതങ്ങളിൽ വീടുകൾ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ തേനീച്ചയുടെ ആ ജീവിതത്തിൽ അതിന് അള്ളാഹു കൊടുത്ത ഒരു ബോധമാണ് പർവ്വതത്തിൽ മലയിൽ പോയിട്ട് തേനീച്ച കൂടുകൾ ഉണ്ടാക്കണമെന്ന്. അത് ഖുർആൻ സൂറത്തുൻ നഹ്ലിൽ ഔഹ എന്നാണ് ഉപയോഗിച്ചത്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മാക്ക് കുട്ടിയെ ഒരു പെട്ടിയിലാക്കി കടലിലിടണമെന്ന് അള്ളാഹു താല തോന്നിപ്പിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. മൂസാ നബിയുടെ ഉമ്മ പ്രവാചകയായിരുന്നില്ലല്ലോ. എന്നാൽ ചില ആളുകളൊക്കെ ഔഹൈന എന്ന് പറഞ്ഞിട്ട് പ്രവാചകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഒരിക്കലും ശരിയല്ല. കാരണം ഖുർആൻ തന്നെ പറഞ്ഞു, ആണുങ്ങളെയല്ലാതെ അള്ളാഹു താല പ്രവാചകന്മാരാക്കിയിട്ടില്ല. അപ്പോൾ ഇതിന് ഉമ്മ ഏതായാലും പ്രവാചകനാവുമല്ലോ. അപ്പോൾ ഇവിടെ തോന്നിപ്പിച്ചു. ഔഹൈന ഇലാ ഉമ്മി മൂസ, മൂസാ നബിയുടെ ഉമ്മാക്ക് നാം തോന്നിപ്പിച്ചു. അൻ അർളിഇഹി, നീ ആ കുട്ടിക്ക് മുല കൊടുക്കണമെന്ന്.
അർലാ എന്ന് പറഞ്ഞാൽ റലാ, മുലപ്പാൽ കൊടുക്കുക എന്ന്. ഏതാ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്ത് കുട്ടിയെ വളർത്തണം, കുറച്ചു കാലം കുട്ടിയിലെ ഉമ്മാൻ്റെ കൂടെ വളർത്തണം. അതായത് അങ്ങനെ മുലപ്പാൽ കൊടുത്ത് വളർത്തിക്കോ. ഫഇദാ ഖിഫ്തി, അങ്ങനെ നീ ഭയപ്പെട്ടാൽ, അലൈഹി കുട്ടിയുടെ കാര്യത്തിൽ നീ ഭയപ്പെട്ടാൽ. അതെന്തിനാ ഭയം? മുലപ്പാൽ കൊടുത്ത് വളർത്തുമ്പോൾ ഫിറൗന് ആളെ അയക്കുന്നുണ്ട്, തിരഞ്ഞു വരുന്നുണ്ട്, അങ്ങനെ കുട്ടിയെ കണ്ടാൽ പിടിച്ചു കൊല്ലും, അങ്ങനെയുള്ള വല്ല ഭയവും നിനക്ക് വരികയാണെങ്കിൽ, അപ്പോൾ ഫിറൗൻ ആ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അത് നടപ്പാക്കി തുടങ്ങുമ്പോൾ ആ മുലപ്പാൽ കൊടുത്ത് വളർത്തുന്ന ഉമ്മാക്ക് പേടി തോന്നും. അങ്ങനെ പേടി തോന്നിയാൽ നീ എന്ത് ചെയ്യണം എന്നുകൂടി അറിയിച്ചു കൊടുത്തു. ഫൈദാ ഖിഫ്തി, ഖാഫ യഖാഫു എന്ന് പറഞ്ഞാൽ പേടിച്ചു എന്നാ. ഫൈദാ ഖിഫ്തി അലൈഹി, ആ കുട്ടിയെ നീ കുട്ടിയുടെ കാര്യത്തിൽ നീ ഭയപ്പെടുകയാണെങ്കിൽ, ഫ അൽഖീഹി, ആ കുട്ടിയെ നീ അൽഖാ യുൽഖി, അൽഖി അൽഖിയാ അൽഖി, നീ ഇടുന്ന, അൽഖീന്ന് നീ ഹി, ആ കുട്ടിയെ നീ ഇടണം, ഫിൽ യമ്മി, ആ സമുദ്രത്തിൽ ഇടണം. സമുദ്രം എന്ന് പറഞ്ഞാൽ യമ്മ് എന്ന് പറഞ്ഞാൽ ആഴമുള്ള ആ സ്ഥലത്ത് നിന്ന്. അത് ഈജിപ്തിൻ്റെ നൈൽ നദിയായിരുന്നു എന്നാണ് മുഫസ്സിറുകൾ ഭൂരിപക്ഷവും പറയുന്നത്. അപ്പോൾ യമ്മ് എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള ആ നദി, ആ നദിയിൽ അവനിടണം. കടൽ എന്ന് പറയുന്നത് വലിയൊരു സാധനമാകുമ്പോൾ നമ്മൾ കടൽ എന്ന് പറയും. ഇവിടെ ഈജിപ്തിലെ നൈൽ നദിയിലാണ് ഇട്ടത് എന്നതാണ് വിശ്വാസയോഗ്യമായി പറയുന്നത്. അതാണ് ആ യമ്മിൽ, ആ നദിയിൽ ആ കുട്ടിയെ ഇടണം. വലാ തഖാഫി, നീ ഭയപ്പെടേണ്ടതില്ല. വലാ തഹ്സനി, നീ ദുഃഖിക്കേണ്ടതുമില്ല. ഇന്നാ റാദ്ദൂഹു, ഞാൻ റദ്ദ് ചെയ്യും. റദ്ദാന്ന് പറഞ്ഞാൽ മടക്കി. ഇന്നാ റാദ്ദൂഹു, തീർച്ചയായും ആ കുട്ടിയെ ഞാൻ മടക്കിത്തരും. ഇലേക്ക്, നിന്നിലേക്ക്. വജാഇലൂഹു, ആ കുട്ടിയെ ഞാൻ ആക്കുകയും ചെയ്യും. മിനൽ മുർസലീൻ, മുർസലീങ്ങളിൽപ്പെട്ട ഒരാളാക്കി മാറ്റും എന്ന് മൂസാ നബിയുടെ ഉമ്മക്ക് അള്ളാഹു താല ഒരു ബോധം നൽകിയെന്ന്. അപ്പോൾ അള്ളാഹു മൂസാ നബിയെ, ആ ഉമ്മയിലുണ്ടാകുന്ന കുട്ടിയെ, ഇങ്ങനെയുള്ള ഭീഷണി നിലനിൽക്കെ തന്നെ ആ കുട്ടിയെ അപ്പോൾ ജനിച്ച് വളർന്ന് മുല കൊടുത്ത് വളർത്തി ആ കുട്ടി പിൽക്കാലത്ത് ഫിറൗനും ഈജിപ്തുകാർക്കും ഭീഷണിയാക്കണമെന്ന് അള്ളാഹ് വിചാരിച്ചിരുന്നു. അപ്പോൾ അതിന് അള്ളാഹ് പറഞ്ഞു കൊടുത്താണ്, മുല കൊടുത്ത് വളർത്തിക്കോ. പേടിക്കുകയാണെങ്കിൽ, ഫിറൗൻ വന്ന് കൊണ്ടുപോകും, കൊല്ലും എന്നൊക്കെ പേടിക്കുകയാണെങ്കിൽ, ഫഅൽഖീഹി ഫിൽ യമ്മി, ആ ആഴത്തിലുള്ള നദിയിൽ ആ കുട്ടിയെ നീ ഇട്ടാളാം. അപ്പോൾ കുട്ടീനാണ്ട് ഇടുക എന്ന് പറയുമ്പോൾ അതിന് പിന്നീട് ഉള്ളത് പിന്നെ പെട്ടിയിലാക്കി ഇട്ടു എന്ന്, അതൊക്കെ വേറെ ആയത്തുകളിലും ചരിത്ര സംഭവങ്ങളിലും കാണാം. ഈ കണ്ടാളാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. ആ എമ്മിൽ ഫി വസത്തി താബൂത്തിൻ മുഗലക്കുന്ന, അടക്കപ്പെട്ട പെട്ടിയുടെ ഉള്ളിലാക്കിയിട്ട് നീ ആ വെള്ളത്തിലിടുക, ആഴത്തിലുള്ള വെള്ളത്തിൽ നദിയിലിടുക എന്നാണ് അതിൻ്റെ അർത്ഥം. അത് വേറെ ആയത്തുകളിൽ കൂടി വ്യക്തമാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, വലാ തഖാഫി, കുട്ടിനെ പെട്ടിയിലാക്കി പഴിയിലിട്ടാൽ പേടിക്കേണ്ടതില്ല. വലാ തഹ്സനി, നീ ദുഃഖിക്കേണ്ടതുമില്ല. കാരണം എന്താ? ഇന്നാ റാദ്ദൂഹു ഇലൈക്ക്, നിന്നിലേക്ക് ഞാൻ ആ കുട്ടിയെ മടക്കിത്തരും. വജാഇലൂഹു മിനൽ മുർസലീൻ, അവനെ മുർസലാക്കി തരുകയും ചെയ്യും. അത് മുർസലീങ്ങളുടെ കൂട്ടത്തിലാക്കും. അപ്പോൾ ആ കുട്ടിയുടെ ഉമ്മ അങ്ങനെ ചെയ്തു. അപ്പോൾ ആ ഉമ്മാൻ്റെ മനസ്സിലുള്ള തവക്കുലും അള്ളാഹു തോന്നിപ്പിച്ചതിലുള്ള ആ ഒരു അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ കാഠിന്യവും ഒക്കെയാണ് നമുക്കതിലുള്ള പാഠം. അതാണല്ലോ ഹാജറ റളിയല്ലാഹുവിനെയും ഇസ്മായിൽ നബി എന്ന മുലകുടിക്കുന്ന കുഞ്ഞിനെയും കൂട്ടി കഅബത്തിൻ്റെ അവിടെ വെച്ച് ഇബ്രാഹിം നബി തിരിച്ചു നടന്നപ്പോൾ ഹാജറ റളിയല്ലാഹുവിൻ്റെ ഒരു തവക്കുലുണ്ട്. അള്ളാഹു പറഞ്ഞിട്ടാണ് നിങ്ങൾ തിരിച്ചു പോകുന്നതെങ്കിൽ ഈ സ്ഥലത്ത് ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നു കൊള്ളാം, ഞങ്ങൾക്ക് സംരക്ഷണം അള്ളാഹു ഉണ്ടായിരിക്കും, അള്ളാഹു ഞങ്ങളെ കൈവിടൂല എന്നുള്ള തവക്കുല്. അതുപോലെയുള്ളൊരു തവക്കുലാണ് മുല കൊടുക്കുന്ന കുഞ്ഞിനെ പെട്ടിയിലാക്കിയിട്ട് വെള്ളത്തിൽ കണ്ടിട്ടാളാം. പഠിച്ചോ നോക്കിക്കോളും. ഇന്നാ വലാ തഖാഫി വലാ തഹ്സനി, നീ ഭയപ്പെടണ്ട, നീ ദുഃഖിക്കണ്ട. ഇന്നാ റാദ്ദൂഹു ഇലൈക്ക്, ആ കുട്ടിയെ നിന്നിലേക്ക് മടക്കിത്തരും. വജാഇലൂഹു മിനൽ മുർസലീൻ, ഞാൻ മുർസലാക്കുകയും ചെയ്യും. അങ്ങനെ അവർ ആ കുട്ടിയെ പെട്ടിയിലാക്കി നൈൽ നദിയിലിട്ടു. അതുകൂടെ പറയുന്നില്ല. ഇനി പറയുന്നത് ആ ഇട്ടതിൻ്റെ ശേഷം സംഭവിച്ചതാണ്. ഫൽതഖതഹു ആലു ഫിർഔന, ഫൽതഖതഹു, അങ്ങനെ ആ കുട്ടിയെ
പെറുക്കിയെടുത്തു. ഇൽത്തക്കത്ത എന്ന് പറഞ്ഞാൽ കണ്ടെടുത്തു. ലക്കത്ത ലുക്കത്തത്ത് എന്ന് പറഞ്ഞാൽ കണ്ടെടുത്തു എന്ന വഴിയിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനത്തിന് ലുക്കത്തത്ത് എന്നാണ് പറയാം. നമ്മളിങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു പെട്ടി കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു പൊതി കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ആഭരണം വീണ് കിടക്കുന്നുണ്ട്, അത് ലുക്കത്തത്താണ്. അതുപോലെ ആലു ഫിറഔൻ കുടുംബത്തിൽപ്പെട്ട ആളുകൾ നൈൽ നദിയിൽ ചെന്ന് കുളിക്കാനും മറ്റുമായി നദിയിൽ ചെന്നപ്പോൾ ഒരു പെട്ടി ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ അവരതിനെ കണ്ടെടുത്തു, അതിനെ എടുത്തുകൊണ്ടുപോയി. ഒരു പെട്ടി കണ്ടപ്പോൾ എടുത്തു കൊണ്ടുപോയി. അതാണ് ഫൽ തഖത്തഹു ആലു ഫിർഔന, ഫിർഔൻ കുടുംബം അദ്ദേഹത്തെ എടുത്തു. പിന്നെ ആ ചരിത്രത്തിൽ ഒരുപാടുണ്ട്. ഫിർഔൻ്റെ കൊട്ടാരത്തിലെ സ്ത്രീകൾ കുളിക്കാൻ പോകാറുണ്ടായിരുന്നു നൈൽ നദിയിൽ. അപ്പോൾ പെട്ടി ഒഴുകി വരുന്നത് കണ്ടു. ആ പെട്ടി അവർ നീന്തിയെടുത്തു. പിന്നീട് തുറന്നു നോക്കിയപ്പോൾ ഒരു കുട്ടിയാണ്. അപ്പോൾ അത്ഭുതത്തോടു കൂടി ഫിർഔൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെയുണ്ട്. അതിനെ ഉപോത്ബലകമായിട്ടാണ് ഈ ആയത്തുള്ളത്. ഫൽ തഖത്തഹു ആലു ഫിർഔൻ, ഫിർഔൻ കുടുംബം, അതായത് കുടുംബത്തിൽപ്പെട്ട ആളുകൾ ആ കുട്ടിയെ എടുത്തു. ബനി ഇസ്രായേൽക്കാരേറ്റ് എടുത്തുകാണ്ട് ഫിർഔൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുകൊടുത്താൽ അവർ സമ്മതിക്കുമല്ലോ. അപ്പോൾ ഫിർഔൻ്റെ ആളുകൾ തന്നെ ആ കുട്ടിയെ എടുത്തു. എന്താ? ലിയകൂന ലഹും അദുവൻ, ഈ കുട്ടി അവരുടെ ശത്രുവായി തീരുക എന്ന ആ ഒരു പരിണിതിക്കു വേണ്ടി. ആ ലീ എന്ന് പറഞ്ഞാൽ ഒരു പരിണിതി, ഗായത്തിൻ്റെ അർത്ഥമാണ്. ലിയകൂന ലഹും അദുവൻ, ആ കുട്ടി അവരുടെ അവസാനം ശത്രുവായി തീരാൻ വേണ്ടിയാണ് അവരത് എടുത്തത്. അത് എടുത്തപ്പോൾ അതിൻ്റെ പരിണിതി, അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരുന്നു? ആ പെട്ടി അവർ നീന്തി എടുത്ത പട്ടി, ആ പെട്ടിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞ് അവരുടെ ശത്രുവായി തീർന്നു. ലിയകൂന ലഹും, ആ കുട്ടി അവരുടെ അവസാനം ആ കുട്ടി അവരുടെ അദുവൻ ശത്രുവാകാനും, വഹസനൻ ആ കുട്ടി അവർക്ക് ദുഃഖമായി തീരാനും. സന്തോഷത്തിലാണ് ആ കുട്ടിയെ അവരെടുത്തത്, പക്ഷേ അവസാനം ആ കുട്ടി അവരുടെ ദുഃഖപുത്രനായി മാറി, അവരുടെ ശത്രുവായി മാറി. അങ്ങനെ ആയിത്തീരുക എന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവരതെടുത്തത്. അള്ളാഹു അവരെ കൊണ്ട് എടുപ്പിച്ചു. ഒടുവിന് ആ കുട്ടി അവർക്ക് കെണിയായി മാറി, ദുഃഖമായി, അവർക്ക് പ്രയാസമായി മാറി. ലിയകൂന ലഹും അദുവൻ വഹസന ഇന്ന ഫിർഔന വഹാമാന, തീർച്ചയായും ഫിർഔനും ഹാമാനും വജുനൂദഹുമ, അവർ പേരുടെയും സൈന്യങ്ങളും കാനൂ ഖാതിഈൻ, അവർ മഹാപിഴച്ചവരായിരുന്നു. അതുകൊണ്ട് അവരെടുത്ത് കൊണ്ടുവന്ന് വളർത്തിയ കുട്ടി തന്നെ അവരുടെ ശത്രുവും അവരുടെ ദുഃഖപുത്രനുമായി മാറാൻ അള്ളാഹു തീരുമാനിച്ചു. അപ്പോൾ അവർ മഹാപാപികൾ, ഖത എന്ന് പറഞ്ഞാൽ പിഴവ് എന്ന, അവർ വളരെ പിഴച്ചവരായിരുന്നു. ആ പിഴച്ചവരെ കൊണ്ട് കുട്ടിയെ വളർത്തിച്ചുകൊണ്ട് അള്ളാഹു താല അവർക്ക് ദുഃഖമുണ്ടാക്കാനും ദുരന്തമുണ്ടാക്കാനും അള്ളാഹു ഒരു പ്രതികാരമായി അള്ളാഹു ചെയ്തതാണ്. അവരെ കൊണ്ട് തന്നെ അവരുടെ ശത്രുവിനെ വളർത്തി. അതാണ് ലിയകൂന വജുനൂദഹുമ കാനൂ ഖാതിഈൻ, അവർ പിഴച്ചവരായിരുന്നു. ഖത എന്ന് പറഞ്ഞാൽ പിഴവ് എന്ന്. ഖതീഅത്ത് പിഴവ്, തെറ്റുകുറ്റങ്ങൾക്കാണ് ഖതീഅത്ത്. റബ്ബനാ ഗഫിർ ലനാ ദുനൂബനാ വഖതീആതിനാ എന്ന് പറയും. ഖതീആത്ത് എന്ന് പറഞ്ഞാൽ പിഴവുകൾ, തെറ്റുകൾ. അപ്പം ഇന്നഹും കാനൂ ഖാതിഈൻ, അവർ പിഴവ് ചെയ്തവരായിരുന്നു, തെറ്റ് ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ട് അവസാനം അവരെ കൊണ്ട് തന്നെ പെട്ടിയെ എടുപ്പിച്ച് അവസാനം ആ പെട്ടിയിലെ കുട്ടി അവർക്ക് ശത്രുവാകാൻ വേണ്ടി അവർ എടുത്തുകൊണ്ടുപോയി. വഖാലത്ത് ഇംറഅത്തു ഫിർഔൻ, ഫിർഔനിൻ്റെ ഭാര്യ പറഞ്ഞു, ആസിയ റളിയല്ലാഹു അൻഹ പറയാണ്, ഖുർറത്തു ഐനിൻ ലീ, എൻ്റെ കണ്ണിന് കുളിർമയാണ്, വലക്ക, നിങ്ങളുടെയും എൻ്റെയും കണ്ണിന് കുളിർമയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണിൻ്റെ കുളിർമയാണ്. അതുകൊണ്ട് ഇതിനൊന്നും ചെയ്യരുത്, ഇതിനെ നമുക്ക് വളർത്താം എന്ന് പറഞ്ഞു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എന്ന് ചരിത്രത്തിൽ കാണുന്നു. ആസിയ ഫിറഔൻ ദമ്പതികൾക്ക് മക്കളുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു തള്ളക്ക്, കുടുംബിനിക്ക് ഒരു കുട്ടിനെ, നല്ലൊരു കുട്ടിനെ കണ്ടപ്പോൾ ഖുർറത്തു ഐനിൻ ലീ, എൻ്റെ കണ്ണിന് കുളിർമയാണ്, വലക്ക, നിങ്ങൾക്കും, അതുകൊണ്ട് നമുക്ക് വളർത്താം എന്ന് ആ ഭാര്യ പറഞ്ഞു. അതവൻ സ്വീകരിക്കുകയും ചെയ്തു. ലാ തഖ്തുലൂഹു, അവനെ കൊല്ലരുത്. ലാ തഖ്തുലൂഹു, നിങ്ങളവനെ കൊല്ലരുത്. അസാ അൻ യൻഫഅന,
ഒരു പക്ഷേ അവനെ കൊണ്ട് നമുക്ക് ഉപകാരം കിട്ടിയേക്കാം. ഔ നത്തഖിദഹു വലദ, അല്ലെങ്കിൽ അവനെ നമുക്ക് ഒരു കുട്ടിയാക്കിയിട്ട് എടുക്കാമല്ലോ, ഒരു കുട്ടിയാക്കി സ്വീകരിക്കാമല്ലോ, നമ്മളൊരു കുട്ടിയാക്കി സ്വീകരിക്കാമല്ലോ. അവിടെ കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ജോലിയൊക്കെ എടുക്കാനുള്ള ഒരു കുട്ടിയാക്കി എടുക്കാം, അല്ലെങ്കിൽ അവനെ കൊണ്ട് നമുക്ക് വല്ല വൃത്യവേല ചെയ്തിട്ട് ഉപകാരമുണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് അവനെ ഒരു കുട്ടിയാക്കി തന്നെ എടുക്കാമല്ലോ. ഒന്നുകിൽ അസാഞ്ഞംഫാൻ നമുക്ക് ഉപകരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടിയല്ലേ, വളർന്നാൽ നമുക്ക് വല്ല ജോലിയും ചെയ്ത് ഖാദിമാക്കിയിട്ട് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഖാദിമല്ല നമ്മളെ മകനെന്നെ ആക്കിയിട്ട് നമുക്ക് ചെയ്യാം എന്ന് ആ സ്ത്രീ പറഞ്ഞു. വഹും ലാ യശ്ഉറൂൻ, അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല, അവർക്കിതൊന്നും അറിയില്ല. ഒരു കുട്ടീനെ കണ്ടപ്പോൾ കുട്ടികളില്ലാത്ത ഒരു സ്ത്രീ സ്വാഭാവികമായി നമുക്ക് കുട്ടിയാക്കാം, നമുക്ക് എന്തെങ്കിലും ഉപകരിക്കും വലുതാവുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് നമ്മളൊരു കുട്ടിയാക്കി വെക്കാം. ഫിറഔനോട് പറഞ്ഞു നിങ്ങൾക്കും അങ്ങനെ തന്നെ, ഓൽക്കിതൊന്നും അറിയില്ല. വഹും ലാ യശ്ഉറൂൻ. ഈ കാര്യങ്ങളൊക്കെ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മ ഒക്കെ സംഗതി അറിയുന്നുണ്ടെങ്കിലും എന്താണ് കാര്യങ്ങൾ എന്നൊന്നും അറിയുമായിരുന്നില്ല. അറിയുകയാണെങ്കിൽ ഫിറഔൻ അത് സമ്മതിക്കൂല. അതാണ് വഹും ലാ യശ്ഉറൂൻ, അവർ അറിയുകയില്ല. ആ നിലക്ക് അവരങ്ങനെ പറഞ്ഞു, ആ സ്ത്രീ അങ്ങനെ പറഞ്ഞു. ഇനി وأصبح فؤاد أم موسى فارغا وأصبح فؤاد أم موسى أصبح ഫുആദു ഉമ്മി മൂസ, മൂസായുടെ ഉമ്മയുടെ ഹൃദയം ഫാരിഖൻ, അത് വളരെയധികം വ്യസനമുള്ളതായി തീർന്നു. കാരണം ഉമ്മ മുല കൊടുക്കുന്ന കുട്ടീനെയാണല്ലോ വലിച്ചിട്ട് പെട്ടിയിലാക്കിയിട്ടാണ് കൊണ്ടുപോയിട്ടത്. എന്നിട്ട് എത്തുന്നതോ ഫിറഔൻ്റെ കൊട്ടാരത്തിലാണ്. അപ്പോൾ ആ ഉമ്മാക്കുണ്ടാവുന്ന സങ്കടം കാരണം അന്നത്തെ ഒരവസ്ഥ പ്രകാരം കുട്ടീനെ കൊല്ലും, അങ്ങനെയൊക്കെയാണല്ലോ ഉണ്ടാവല്. അതാണ് വലമ്മ ഫഖദത്ത് മൂസ ഉമ്മഹു, ഉമ്മക്ക് മൂസ നഷ്ടപ്പെട്ടപ്പോൾ ഹസിനത്ത് ഹുസനൻ ശരീരെന്ന ഫാരിഖ എന്ന് പറഞ്ഞാൽ ഹൃദയമൊക്കെ കാലിയായി, ഫറാഖായി എന്ന് പറഞ്ഞാൽ ആകെ ദുഃഖം കൊണ്ട് വേറെ ഒരു ചിന്തയും മൂസയുടെ ഉമ്മക്കുണ്ടായില്ല. ഇത് മാത്രമായി ചിന്ത. വഅസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഖൻ, അത് ദുഃഖപരവശയായി മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മയുടെ ഹൃദയം. ഇൻകാരത്ത് ലതുബ്ദീബിഹി, അവൾ ആ ദുഃഖം പ്രകടിപ്പിക്കാറാകുമായിരുന്നു. എൻ്റെ കുട്ടീനെയാണ് ഓലെടുത്തത്. അങ്ങനെ ആ ദുഃഖം കൊണ്ട്, ആ മകൻ്റെ പേരിലുള്ള സങ്കടം കൊണ്ട് അവൾ അത് പ്രകടിപ്പിക്കുമായിരുന്നു. പക്ഷെ അള്ളാഹു തആല പ്രകടിപ്പിക്കാൻ അയച്ചില്ല. ലൗല അൻ റബത്ന അലാ ഖൽബിഹ, അവരുടെ ഹൃദയത്തിന്മേൽ നാം ഉറപ്പ് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ അവർ അത് പ്രകടിപ്പിക്കുമായിരുന്നു. സ്വാഭാവികമായും കുട്ടീനെ വെള്ളത്തിലിട്ടു, അത് ഫിറഔന് കൊണ്ടുപോയി അവൻ്റെ കൊട്ടാരത്തിലുണ്ട് എന്ന് പറയുമ്പോൾ ഈ പെണ്ണിൻ്റെ വേദന പിന്നെത്ര. കാരണം അങ്ങനെയുള്ള കുട്ടികളൊക്കെ കൊല്ലാൻ വേണ്ടി ഉത്തരവിട്ടല്ലേ, അപ്പോൾ കൊല്ലൂലേ. അപ്പോൾ സ്വാഭാവികമായൊരു ഉമ്മാക്ക് സങ്കടം സഹിക്കാൻ കഴിയാതെ ഇൻകാദത്ത് ലതുബ്ദീബിഹി, അവളുടെ മനസ്സിലുള്ള ആ ദുഃഖത്തെ പ്രകടിപ്പിക്കാറായിരുന്നു. പക്ഷേ ലൗല അൻ റബത്ന അലാ ഖൽബിഹ, അവളുടെ ഹൃദയത്തിന്മേൽ നാം ശരിക്കും സ്ഥിരത നൽകിയില്ലായിരുന്നുവെങ്കിൽ, സ്ഥിരത നൽകിയത് കൊണ്ട് അവൾ ദുഃഖം വെളിവാക്കിയില്ല, പ്രകടിപ്പിച്ചില്ല, അവൾ ക്ഷമിച്ചു. എന്തോ വരട്ടെ, അള്ളാഹു തആല തീരുമാനിച്ചത് വരും എന്നുള്ള ഒരു ക്ഷമ അള്ളാഹു ഇട്ടുകൊടുത്തു. ഒരു ദുഃഖവും പ്രകടിപ്പിച്ചില്ല. എന്തിനാണ്? ലിതകൂന മിനൽ മുഅ്മിനീൻ, ലിതകൂന അവൾ ആയിത്തീരുവാൻ വേണ്ടി, മിനൽ മുഅ്മിനീൻ വിശ്വാസികളുടെ കൂട്ടത്തിൽ പെടാൻ വേണ്ടി. റബത്ത എന്ന് പറഞ്ഞാൽ കെട്ടിയിട്ടു എന്ന്, പിടിച്ച് കെട്ടി ബന്ധിച്ചു എന്നൊക്കെയാണ് റബത്ത. വറബത്തിന അലാ കുലൂബി എന്ന് പറഞ്ഞു അല്ലേ, വലബത്തിന അലാ കുലൂബിയും. റബത്ത എന്ന് പറഞ്ഞാൽ ബന്ധിച്ചു, കെട്ടിയിട്ടു എന്നാണ്. ഇനി റബത്തക്ക് വേറൊരു ഏറ്റവും ലേറ്റസ്റ്റ് ഒരു അർത്ഥമുണ്ട്. ഇന്നത്തെ ഈ ഭാഷ ഇങ്ങനെ ഭാഷ അവിടെ നിലനിൽക്കുക, പക്ഷേ കാലത്തിനനുസരിച്ച് ഭാഷ ഇങ്ങനെ മാറും. ഇപ്പോൾ റബത്ത എന്ന് പറഞ്ഞാൽ ലിങ്കിന് റബത്ത് എന്നാണ് പറയുക. ലിങ്ക് ഉണ്ടല്ലോ, ഒരു പ്രസംഗത്തിൻ്റെ ലിങ്ക് കണ്ട് അയച്ചുകൊണ്ടോ എന്നാണ്, അത് റബത്ത് എന്നാണ് പറയുക. അതെന്താ? ഒരാളുടെ പ്രസംഗം നമ്മൾ പിടിച്ചു കണ്ട് കെട്ടി ഒരു ഇതിൻ്റെ ഒരു ലിങ്കിൻ്റെ ഉള്ളിലാക്കി, എന്നിട്ട്
അതിനെങ്ങനെയാണ്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അതുകൊണ്ട് റബത്ത് എന്ന് പറയും. റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി. എന്താ റാബിത്ത? മുസ്ലിം ലോകത്തിൻ്റെ റാബിത്ത, പരസ്പരമുള്ള ബന്ധം, കെട്ടുറപ്പ്. അതായത് അവരുടെ ആ യൂണിറ്റിക്കാണ് അവിടെ റാബിത്ത എന്ന് പറയും. റബത്ത എറുബത്തു അങ്ങനെയാണ്. മുറാബിത്തുകൾ എന്ന് പറയും. മുറാബിത്തുകൾ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വേണ്ടി ഭക്ഷണവും പിന്നെ ഒക്കെ കൊടുത്ത് കെട്ടിവിട്ട, അതിനുവേണ്ടി മാത്രം തയ്യാറാക്കിയ സൈന്യങ്ങൾക്കോ കുതിരകൾക്കോ ഒക്കെ മുറാബിത്തുകളാവും. ആയുധൂലവും മസ്തത്തായത്തുൻ മിൻ കുവ്വത്തിൻ ഒമിൻ റിബാത്തിൽ ഖൈലീൻ. അവിടെ കുതിരകളെ കെട്ടിയിട്ട് ബന്ധിച്ചിടുക എന്നുള്ളതാണ്. അപ്പോൾ റബത്ത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം റബത്ത ബിൽ ഹബലി, കയറുകൊണ്ട് കെട്ടിയിട്ടു എന്നാണ്. അപ്പോൾ ലൗല അൻ റബത്തിന ബിഹ, അവളെ നമ്മൾ ശരിക്കും കെട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ, കെട്ടിയിട്ടിട്ടില്ലെങ്കിൽ അവൾ ആ ദുഃഖം പ്രകടിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ, ആ ദുഃഖം എന്നിട്ട് ആ ദുഃഖിച്ചിൻ്റെ കുട്ടിയോ എന്നും പറഞ്ഞ് അവർ ഫിറൗൻ്റെ കൊട്ടാരത്തിൽ പോയി ബഹളം ഉണ്ടാക്കൂലേ. അപ്പോൾ അവളെ ഉറപ്പിച്ചു, തസ്ബീത്ത്, അവളെ കെട്ടിയിടുക എന്ന് പറഞ്ഞാൽ അവളെ നാം സ്ഥിരപ്പെടുത്തി. കെട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ, അതായത് ഉറപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ഇൻകാരത്തിൽ തുബിദീബിഹി, അവൾ ആ ദുഃഖം പ്രകടിപ്പിക്കുമായിരുന്നു. ലൗലാ അൻ റബത്ന അലാ ഖൽബിഹ, അവളുടെ ഹൃദയത്തിന്മേൽ നാം ഒരു സ്ഥിരത നൽകിയിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ പിടിച്ച് കെട്ടിയിട്ടില്ലെങ്കിൽ എന്നർത്ഥം. അതിനാണ് ആ വാക്കിൻ്റെ അർത്ഥം. ലിതകൂന മിനൽ മുഅ്മിനീൻ, അവൾ സത്യവിശ്വാസിനികളുടെ കൂട്ടത്തിൽ പെടാൻ. അപ്പം സത്യവിശ്വാസികളുടെ സ്വഭാവമാണ് എന്ത്? അമിതമായ ദുഃഖം പ്രകടിപ്പിക്കാതിരിക്കുക, ക്ഷമിക്കുക എന്നതൊക്കെ. ഇന്നല്ലാഹ മഅ സ്വാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെ എന്നൊക്കെ പറയല്ലോ. അപ്പോൾ സത്യവിശ്വാസിനികളുടെ കൂട്ടത്തിൽ പെടാൻ വേണ്ടിയാണ് അവളുടെ ഹൃദയത്തിന് റബ്ബത്ത്, ആ സ്ഥിരത നൽകിയത്. അല്ലെങ്കിൽ അവൾ ആകെ ദുഃഖത്താൽ ആ കാര്യങ്ങൾ വെളിപ്പെടുത്തുമായിരുന്നു. അവർ സത്യവിശ്വാസിയാവണമെങ്കിലുള്ള ഒരു ക്വാളിഫിക്കേഷൻ, അതിനുള്ള അർഹതയാണ് ഹൃദയത്തിൻ്റെ സ്ഥിരത, അതുപോലെ ക്ഷമ എന്നൊക്കെ പറയുന്നത്. ആ ക്ഷമ നമുക്ക് വേണമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് വഖാലത്തിൽ ഉഖ്തിഹി, അവൾ തൻ്റെ സഹോദരിയോട്, ആ ഉമ്മ തൻ്റെ സഹോദരിയോട് പറഞ്ഞു. ഇതൊക്കെ ഒരു കഥയുടെ ഹെഡിങ്ങുകൾ മാത്രമാണ്. ഖുസ്സീഹി, നീ അവനെപ്പറ്റി അന്വേഷിക്കുവാന്ന്. കസ്സ എന്നുള്ള വാക്കിന് മൂന്നാമത്തെ ഒക്കെ സംഗതിയൊക്കെ ഒരേ അർത്ഥം തന്നെയാണ്, ഒരേ ധാതുവിൽ നിന്ന് തന്നെയാണ് വരുന്നത്. കസ്സ എന്ന് പറഞ്ഞാൽ ചികഞ്ഞു നോക്കുക എന്നൊരർത്ഥമുണ്ട്. അതാണല്ലോ കഥ. പൂർവികന്മാരുടെ കഥ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത രീതികൾ അന്വേഷിച്ച് ചികഞ്ഞു നോക്കുക എന്നാണ്. അപ്പം ഖുസ്സീഹി, അവനെപ്പറ്റി നീ അന്വേഷിച്ച് നോക്കുക, അല്ലെങ്കിൽ ചികഞ്ഞു നോക്കുക. കസാറിന് ശരിക്ക് ചികഞ്ഞ്, ഇൻവെസ്റ്റിഗേഷനൊക്കെ തന്നെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഖുസ്സീഹി, അവനെപ്പറ്റി നീ ചികഞ്ഞു നോക്കുക എന്ന് പറഞ്ഞ് സഹോദരനോട് പറഞ്ഞയച്ചു. ഒന്ന് നോക്ക്, എവിടെ എന്താ പോലെ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവിടെ സ്ഥിതി. സഹോദരിയോട് അല്ല, മുസാനബിൻ്റെ സഹോദരിയാണ്. അവരുടെ ഇതല്ല, മുസാനബിൻ്റെ സഹോദരിയോടാണ് പറയേണ്ടത്. ഖുസ്സീഹി, നീ ഒന്ന് അന്വേഷിച്ച് നോക്കുക, ചികഞ്ഞ് അന്വേഷിച്ച് നോക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയി. ഫബസുറത്ത് ബിഹി, അവൾ അവനെ കണ്ടു, കുട്ടിയെ കണ്ടു. അൻ ജുനുബിൻ, അകലെ നിന്ന്. ഇതിൻ്റെ സഹോദരനാണ്, ഇങ്ങനെയാണ്, ഇതൊക്കെ പോയി കണ്ട് നേരിട്ടല്ല, ഒരു ദൂരെ നിന്നിങ്ങനെ കണ്ടു. കുട്ടി കണ്ടും കേട്ടുമൊക്കെ ആയിട്ട് കൊട്ടാരത്തിൽ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ. ബസുറത്ത് ബിഹി അൻ ജുനുബിൻ, കുട്ടിയെ അകലെ നിന്ന് അവൾ കണ്ടു എന്ന് പറഞ്ഞാൽ ഒരു ചാരപ്രവൃത്തിയാണല്ലോ നടത്തുന്നത്. ആ നിലക്ക് കണ്ടു. വഹും ലാ യശ്ഉറൂൻ, അവർ അറിയുകയില്ല. കൊട്ടാരത്തിൽ ആരൊക്കെ വന്നു പോകുമല്ലോ, ആ വന്ന കൂട്ടത്തിൽ ഇങ്ങനെ വന്ന് ഒരു കുട്ടിയൊക്കെ അവിടെ ഉണ്ട് എന്നൊക്കെ നോക്കിപ്പോയി. വഹും ലാ യശ്ഉറൂൻ, അവർ ഇതറിയില്ല. നോക്കാനൊരാൾ വന്നിട്ടുണ്ട്, കുട്ടീൻ്റെ സ്ഥിതി അന്വേഷിക്കാൻ, ചികഞ്ഞന്വേഷിക്കാൻ വന്നിട്ടുണ്ടെന്നോ അറിയാതെ കൃത്യമായ ഒരു ചാരപ്പണി നടത്തി. വഹും ലാ യശ്ഉറൂൻ, അവർ അവിടെ നിന്ന് പോയി. അവരൊന്നും അറിഞ്ഞില്ല. ആ ജനങ്ങൾ ഫിറൗനോ അനുയായികളോ ഒന്നും അറിയില്ല. പിന്നെ അല്ലാഹു തആല ചെയ്യുന്ന ഒരു തന്ത്രം, വഹറംന അലൈഹിൽ മറാദിയ, വഹറംന,
നാം നിഷേധിച്ചു അലൈഹി ആ കുട്ടിക്ക് അൽ മറാദിയ മുർദിയത്തുകളെ മുല കൊടുക്കുന്ന എല്ലാവരെയും നാം നിഷേധിച്ചു. കൊട്ടാരത്തിൽ കിട്ടിയ കുട്ടിക്ക് മുല കൊടുക്കാൻ കൊട്ടാരത്തിലെ ആളുകൾക്ക് വലിയ പ്രയാസമൊന്നുമില്ല, ഒരുപാട് സ്ത്രീകൾ അവിടെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഒരു ഉമ്മമാരും വന്ന് മുല കൊടുത്തിട്ടും ആ കുട്ടിക്ക് മുല കുടിക്കുന്നില്ല, കുട്ടി മുല കുടിക്കുന്നില്ല. വഹറംന അലൈഹിൽ മറാദിയ, ആ കുട്ടിക്ക് എല്ലാ മുല കൊടുക്കുന്ന കുഞ്ഞുങ്ങളെയും നാം ഹറാമാക്കി, നാം നിരോധിച്ചു. കാരണം ആ കുട്ടി ആരുടെയും മുല കുടിക്കുന്നില്ല. അതാണ് മിൻ ഖബ്ലു, ഇതിൻ്റെ മുമ്പ് മുല കൊടുത്തിരുന്ന ആരെയും, നേരത്തെ മുല കൊടുക്കാറുണ്ടായിരുന്ന പെണ്ണുങ്ങളെ ഒന്നും ഈ കുട്ടിക്ക് മുല കൊടുക്കാൻ വന്നിട്ട് ഇതിനെ സമ്മതിക്കുന്നില്ല. അതാണ് വഹറംന അലൈഹിൽ മറാദിയ മിൻ ഖബിൽ. പിന്നെ ഫഖാലത്ത്, അപ്പം ഈ പെണ്ണിങ്ങനെ ചെന്നു. ഇതൊക്കെ ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാകും, പക്ഷെ ഇതിൻ്റെ തലക്കെട്ട് മാത്രം. ഫഖാലത്ത്, അപ്പം ആ സഹോദരി അവിടെ ചെല്ലുകയാണ്. ഇതാരും മുല കൊടുത്തിട്ട് കിട്ടാത്തൊരു കുട്ടീനെ മുല കൂടി സ്വീകരിക്കാതെ ഒരുപക്ഷെ കുട്ടി കരയുന്നുണ്ടാകും, കുട്ടി വിശക്കുന്നുണ്ടാകും. അത് ഇവർക്ക് കൊട്ടാരവാസികൾക്ക് പേടിയുണ്ടാവും. ഫിറൗനും ഭാര്യയും കൂടിയും നമുക്ക് നോക്കി വളർത്താൻ നമ്മൾ അസായം ഫനൗനത്തഖിദു വലതെന്നൊക്കെ പറഞ്ഞാണല്ലോ. അപ്പോൾ ഫഖാലത്ത്, ഫിറൗൻ്റെ ഭാര്യ ഏത്? അല്ലല്ല, ഈ സഹോദരിയാ പറയണ്ട്. ഈ സഹോദരി ചാരപ്പണിക്ക് അവിടെ വേണ്ടി ഇങ്ങനെ ജുനുബി ദൂരെ നിന്നിട്ട് ഇങ്ങനെ നോക്കുകയുണ്ടല്ലോ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ അവർ അറിയുന്നുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഇപ്പം ചരിത്രത്തിലൊക്കെ ഉണ്ട്, എന്നും പോയി നോക്കും. അപ്പോഴാണ് ഈ സംഭവങ്ങൾ അറിയുന്നത്, കുട്ടി മുല കൊടുക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഈ പെണ്ണ് സഹോദരി ചെന്ന് പറയാണ്, പക്കാലത്ത് പറയാണ് ഈ സഹോദരി, ഏതൊരു പെണ്ണ് കൊട്ടാരത്തിലല്ലേ എല്ലാവരും വരുമല്ലോ. ഹൽ അതുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, അറിയിച്ചു, ദല്ലാറിനെ അറിയിച്ചു, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ, പറഞ്ഞു തരട്ടെ, അല അഹ്ലി ബൈത്തിൻ, ഒരു വീട്ടുകാരെപ്പറ്റി, അതായത് ഒരു കുടുംബത്തിലുള്ള ഒരു സ്ത്രീയെപ്പറ്റി. അഹ്ലി ബൈത്ത് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു വീട്ടുകാരെപ്പറ്റി ഞാൻ പറഞ്ഞു തരട്ടെ. യക്ഫുലൂനഹൂലക്കും, നിങ്ങൾക്ക് വേണ്ടി ആ കുട്ടിയെ ഏറ്റെടുക്കുന്ന, വഹും ലഹു നാസിഹുൻ, അവർ ഈ കുട്ടിയോട് ഗുണകാംക്ഷ കാണിക്കുന്നവരായിരിക്കും. അപ്പോൾ ആരെ ഫിറൗൻ്റെ കൊട്ടാരത്തു നിന്ന് പല ഉമ്മമാരെയും പല പെണ്ണുങ്ങളെയും കൊണ്ടുവന്ന് മുല കൊടുക്കുന്നുണ്ടാവും. ആ കൂട്ടത്തിലൊരു പെണ്ണ് വന്ന് പറയാണ്, ഞങ്ങളവിടെ ഉണ്ട് ഒരു പെണ്ണ്, അത് കുട്ടീനോട് നല്ല കരുണ കാണിക്കും, ഞാൻ പെണ്ണുങ്ങളോട് മുല കൊടുക്കാൻ പറയട്ടെ, ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഒരു സ്ത്രീ ഉണ്ട്, അവർ എല്ലാ കുട്ടികൾക്കും മുല കൊടുക്കാറുണ്ട്. വഹും ലഹു നാസിഹൂൻ, അവർ ഈ കുട്ടീനോട് നല്ല നസീഹത്ത്, ഗുണകാംക്ഷയുള്ളവരായിരിക്കാം എന്ന് ഒന്നും അറിയാത്ത വിധത്തിൽ ഏതോ ഒരുപാട് സ്ത്രീകൾ വന്ന് മുല കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും പറ്റാതെ കൊട്ടാരത്തിൽ അതൊരു വിഷയം, ചർച്ചാ വിഷയമായപ്പോൾ ഒരു സ്ത്രീ കൊട്ടാരത്തിൽ വന്നിട്ട് ഈ കുട്ടിക്ക് മുല കൊടുക്കാൻ ഞാൻ വേറൊരാൾ പറഞ്ഞു തരട്ടെ, ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ അവർ സമ്മതിച്ചു കാണും. ഫറദദ്നാഹു, അങ്ങനെ നാം ആ കുട്ടിയെ മടക്കി ഇലാ ഉമ്മിഹി, ഉമ്മയിലേക്ക്. അപ്പോൾ തന്ത്രപരമായിട്ട് ആ സഹോദരി ഒരാളെ പറഞ്ഞുതരാമെന്നും പറഞ്ഞ് ആ വീട്ടുകാരെ അടുക്കലേക്ക് മടക്കി അയച്ചു. കൈ തഖറ ഐനുഹ, തൻ്റെ ഉമ്മയിലേക്ക് തന്നെ കുട്ടിയെ പറഞ്ഞയച്ചു. കൈ തഖറ, കാരണം മുല കൊടുക്കാൻ വേണ്ടി കൊട്ടാരത്തിലെ കുട്ടിക്ക് മുല കൊടുക്കാൻ പഴയ സമ്പ്രദായം അനുസരിച്ച് ഓരോരോ ഉമ്മമാരുടെ കയ്യിലേക്ക് കൊടുത്തയക്കലാണ്. അതാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹലീമ അസായിദിയയിലേക്ക്, തായിഫിലെ സായിദിയ ഗോത്രത്തിലേക്ക് മുഹമ്മദ് നബിയെ കൊടുത്തയച്ചിരുന്നില്ല കുട്ടീനെ. അങ്ങനെ പറഞ്ഞയച്ചു. ഫറദദ്നാഹു ഇലാ ഉമ്മിഹി, അങ്ങനെ ഉമ്മയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. ചരിത്രത്തിൽ കാണാം, ഇബ്നു കസീറിൻ്റെ എന്നാ ആ സ്ത്രീനോട് വരാൻ പറയുന്നു പറഞ്ഞു. സ്ത്രീ വന്നു, മുല കൊടുത്തു നോക്കുമ്പോൾ ശരിക്കും മുല കുടിക്കുന്നു. അപ്പോൾ ആ കുട്ടീൻ്റെ ഒപ്പം, ആ കുട്ടീനെ ആ തള്ളൻ്റെ ഒപ്പം സ്ത്രീൻ്റെ ഒപ്പം പറഞ്ഞയച്ചു. മണ്ടകൾക്ക് ആലോചിച്ചറിഞ്ഞൂടെ, ഈ സ്ത്രീ ഏതാ? തൻ്റെ ഭരണകൂടത്തിൻ്റെ കീഴിലുള്ളതല്ലേ, ഈ സ്ത്രീ ഏതാണ്? ബനൂ ഇസ്രായേലിൽ പെട്ടതാണോ? വല്ല ബന്ധമുണ്ടോ ഈ സ്ത്രീക്ക്? എന്താ അങ്ങനെയൊക്കെ ആയത്? ഈ സ്ത്രീൻ്റെത് മാത്രം കുട്ടി കുടിക്കുന്നുണ്ടല്ലോ, എന്താണെന്നൊക്കെ ഒന്ന് ചോദിച്ചാൽ അറിയാൻ മാത്രമുള്ള ബുദ്ധി ഓൽക്കുണ്ടാവില്ല. അതായിരിക്കും. ഫറദദ്നാഹു ഇലാ ഉമ്മിഹി, ഉമ്മയിലേക്ക് തിരിച്ചയച്ചു. കൈ തഖറ, ആ കൂലി കൊടുത്തതാണ്, അത് വേറെയുണ്ട്. ഉമ്മാക്ക് കൊട്ടാരത്തിലെ കുട്ടീനെ മുല കൊടുക്കാനല്ലേ, കൂലി ഇട്ടാതിരിക്കും. അതാണ് ഫറദദ്നാഹു ഇലാ ഉമ്മിഹി,
തൻ്റെ ഉമ്മയിലേക്ക് നാം അദ്ദേഹത്തെ ആ കുട്ടീനെ മടക്കി കൈ തക്കറ ഐനുഹ അവളുടെ കണ്ണ് കുളിർമയാവാനോ കറ യക്കുറു എന്ന് പറഞ്ഞാൽ കറ് എന്ന് പറഞ്ഞാൽ തണുപ്പ് എന്ന് ഹറ് ചൂട് കറ് തണുപ്പ് കറ എന്ന് പറഞ്ഞാൽ തണുത്തു എന്നാ കൈ തക്കറ അതാണ് ഖുറത്തു ഐൻ കണ്ണിന് കുളിർമ കൈ തക്കറ ഐനുഹ അവളുടെ കണ്ണ് തണുക്കുവാനും എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുവാനും വലാത്ത ഹിസന ദുഃഖിക്കാതിരിക്കാനും വലി തായ്ലമ അവൾക്ക് ബോധ്യപ്പെടാനും അറിഞ്ഞു ബോധ്യപ്പെടാനും അന്നവായിലുല്ലാഹി ഹക്കുൻ തീർച്ചയായും അള്ളാഹുവിൻ്റെ കരാറ് സത്യമാണെന്ന് വലാക്കിന്ന അക്സറഹും ലാ യഅലമൂൻ പക്ഷേ അധിക പേരും ഇതറിയുന്നില്ല. അതായത് അള്ളാഹു തആല വളരെ തന്ത്രപരമായ ഒരു നീക്കത്തിൽ കൂടി ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ മൂസാ നബിക്ക് സംരക്ഷണ കൊടുത്തു. ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ സംരക്ഷണ കൊടുത്ത മൂസാ നബിക്ക് ഫിർഔനിൻ്റെ ശത്രുവായ ബനൂ ഇസ്രായേൽക്കാരെ കൊല്ലണം എന്ന നിയമം നിലനിൽക്കെ തന്നെ മൂസായുടെ കുട്ടിയുടെ ഉമ്മ യഥാർത്ഥ ഉമ്മനെ കൊണ്ട് തന്നെ കൂലി കൊടുപ്പിച്ച് മുല കൊടുത്ത് വളർത്തുകയും ചെയ്തു. ആ കുട്ടിയാണ് പിന്നെ ഫിർഔനിൻ്റെ ശത്രുവും രാജ്യത്തിന് അവൻ നശിക്കാനുള്ള കാരണക്കാരനും അനന്തരാവകാശിയുമായി മാറിയത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം അള്ളാഹ് വിചാരിച്ചാൽ എങ്ങനെയും നടപ്പാക്കും എന്നൊക്കെയാണ് ഇതിൽ നിന്ന് ഈ ചരിത്രത്തിൽ നിന്ന് ഖുർആൻ നമുക്ക് നൽകുന്ന പാഠം. ഇനി ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ മക്കക്കാർക്ക് ഓതിക്കൊടുത്തപ്പോൾ മദീനത്തുള്ള ജൂതന്മാർ അവർക്ക് ഈ കഥ അറിയാമായിരുന്നില്ല. അവരാരും അന്നു മുതൽ ഇന്നേ വരെ ഇത് നിഷേധിച്ചിട്ടുമില്ല. കാരണം ഈ കഥയുടെ ഈ തുല്യമായ കുറേ കാര്യങ്ങൾ അവർക്കറിയുമായിരുന്നു. അവർ നിഷേധിച്ചിട്ടുമില്ല. അവർക്ക് നിഷേധിക്കാൻ കഴിയാത്ത കാര്യം മുഹമ്മദ് നബി ഇത്ര കൃത്യമായി പണ്ടെന്നോ ഈജിപ്തിൽ നടന്ന ഒരു കൊട്ടാരത്തിൽ നടന്ന ഒരു കുട്ടി ജനിക്കുന്നു, എന്നിട്ട് കുട്ടിയെ കടലിൽ നൈൽ നദിയിൽ ഇടുന്നു, പിന്നീട് കൊട്ടാരത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, അങ്ങനെ ഉമ്മ തന്നെ പോറ്റി വളർത്തുന്നു. ഈ സംഭവം നബി ഇത്ര കൃത്യമായി ഖുർആനിൽ കൂടി പറഞ്ഞത് അള്ളാഹു അറിയിച്ചു കൊടുത്തത് മാത്രമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താനാണ് അള്ളാഹു ഇത്രയും കൃത്യമായി ഈ കഥ അവരെ പഠിപ്പിച്ചത്. ആ കാലത്താരും അതിനെ നിഷേധിച്ചിട്ടില്ല. ജൂതന്മാർ അത് തള്ളി പറഞ്ഞിട്ടുമില്ല. ഏതായാലും നമുക്ക് അവിടെ എത്താം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഇതിൽ നിന്ന് നമുക്ക് കുറേ പാഠങ്ങൾ തരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ തന്ത്രവും അള്ളാഹുവിൻ്റെ സഹായവും നമ്മളറിയാതെ വരും എന്ന ചില കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ചില ദുഃഖങ്ങളിൽ കൂടിയും ദുരിതങ്ങളിൽ കൂടിയൊക്കെ ബനൂ ഇസ്രായേൽക്കാർ ഒരുപാട് കഷ്ടപ്പെട്ടു ഫിർഔനെ കൊണ്ട്. അതിൽ കൂടി വേറെ എന്തെങ്കിലും ഒരു ഗുണം കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇന്നും ഒരുപാട് കഷ്ടപ്പാടുകളും ദുരന്തങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിൽ കൂടി വേറെ എന്തെങ്കിലും ഒരു നന്മ സമൂഹത്തിനുണ്ടാവാം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് നമ്മൾ എന്തിനാ അള്ളാഹു തആല കുട്ടികളെ കൊല്ലുന്നത്, എന്തിനാ മനുഷ്യന്മാരെ പണിയെടുക്കുന്ന മനുഷ്യന്മാരെന്തിനാണ് അള്ളാഹു തആല കൊന്നത് എന്നൊക്കെ ചോദിച്ച് അള്ളാഹുവിനെ കളിയാക്കുന്ന ആളുകളുണ്ട്. വയനാട് ദുരന്തത്തെ അവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങളാണ്, അതിൻ്റെ അപ്പുറത്ത് മറ്റെന്തെന്നൊക്കെ ഉണ്ടായിരിക്കാം എന്ന് വിചാരിക്കല്ലാതെ മറ്റൊന്നുമില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.